ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാൻ പോകുന്ന ആത്മീയ ചിന്തകളുടെ ആരംഭമായി 112-ാം സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. യെസ്. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആമേൻ. അവന്റെ സന്തതി. അവന്റെ എന്ന് പറഞ്ഞാൽ ആരുടെ? ഒന്നും കൂടെ ഒന്നാം വാക്യം പോലും വായിച്ചോ. യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ട്. യഹോവയെ ഭയപ്പെട്ട്. അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന. അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി വാക്യം കേട്ടോ. അവന്റെ സന്തതി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ സന്തതി. ഇവിടെ ഇരിക്കുന്നവരോട് ഞാനൊരു ദൂത് പറഞ്ഞു തുടങ്ങാം. ശ്രദ്ധിച്ചോ. നിങ്ങളുടെ പുരയിടമല്ല നിങ്ങളുടെ സ്വത്ത്. നിങ്ങൾ താമസിക്കുന്ന 2 നില കെട്ടിടമല്ല നിങ്ങളുടെ സ്വത്ത്. ആമേൻ. നിങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ബാങ്ക് ബാലൻസോ ഉരുപ്പടികളോ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ, ആമേൻ, അതൊന്നുമല്ല നിങ്ങളുടെ സ്വത്ത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ മുഴുവൻ എഴുതി വെച്ചോ. മക്കളാണ് നിങ്ങളുടെ സ്വത്ത്. സന്തതിയാണ് നിങ്ങളുടെ സ്വത്ത്. അത് നശിച്ചാൽ പിന്നെ റബ്ബർ ഷീറ്റ് കൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങളുടെ കാറ് കൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങൾ പാർക്കുന്ന വീട് കൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് എല്ലാവരും എഴുതിയിട്ടോ. അവൻ ഇപ്പോൾ പിശാചിന്റെ പദ്ധതി നിന്റെ സ്വത്ത് തകർക്കലല്ല, നിന്റെ വീട് തകർക്കലല്ല, നിന്നെ തകർക്കാൻ നിന്റെ സന്തതിയെ തൊട്ടാ മതിന്ന്. നിന്നെ തകർക്കാൻ നിന്റെ സന്തതിയെ തൊട്ടാ മതിന്ന് പിശാചിന് മനസ്സിലായതുകൊണ്ട് അവൻ കേറി പിടിച്ചിരിക്കുന്നത് ഇന്ന് സന്തതികളെയാ. അത് ആത്മീയ മണ്ഡലത്തിനകത്ത് ഞായറാഴ്ചകൾ ആരാധനയ്ക്ക് വരുന്നവരുടെ സന്തതികളെ, ആരാധിക്കുന്നവരുടെ സന്തതികളെ, പ്രാർത്ഥിക്കുന്നവരുടെ സന്തതികളെ അന്ധകാര ശക്തി അവന്റെ തുമ്പിക്കൈ കൊണ്ട് വാരി അലക്കുന്ന കാഴ്ചകള് ലോകം മുഴുവൻ കാണുക. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവാത്മാവിൽ പറയാ, നിന്റെ സന്തതി എവിടെ? ആത്മീയ ലോകമേ, നിന്റെ മക്കൾ എവിടെ? ഈ ലോകത്തോട് മുഴുവൻ പ്രസംഗിക്കാനുള്ള പ്രസംഗമാ ഇന്ന് പകല് ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുന്നു, നിങ്ങളുടെ ചങ്കിൽ തൊട്ട് ദൈവാത്മാവ് ചോദിക്കുന്നു, മക്കൾ എവിടെയാണ്? നിങ്ങളുടെ സന്തതി എവിടെയാണ്? നിങ്ങളുടെ കുടുംബം എവിടെ? നിങ്ങളുടെ ആത്മീയ ജീവിതം എവിടെ? എല്ലാം ഒന്ന് പുനഃപരിശോധിക്കാൻ. എന്തിനാണ് 21 ദിവസത്തെ യോഗം? വെറുതെ കൈയടിക്കാനല്ല, കടിച്ചാ പൊട്ടാത്ത കുറെ അന്യഭാഷ പറയാനല്ല ഈ യോഗം. നിനക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, നിന്നെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, നിന്റെ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, നിന്റെ മക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ. ഓ ഓ കൃപയുള്ളവർ ആരാച്ച് തുടങ്ങിക്കോ. കൃപയുള്ളവർ ആരാച്ച് തുടങ്ങിക്കോ. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നവർ, ഈ മെസ്സേജിന്റെ ആഴം മനസ്സിലാകുന്നവർ, ഈ വാക്യം കേട്ടപ്പോൾ തന്നെ ദൈവം പറയാൻ പോകുന്ന വിഷയങ്ങളുടെ ആഴം അറിയുന്നവർ അങ്ങ് പുറകറ്റം വരെ എന്റെ തമ്പുരാനെ സ്തുതിക്ക്, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്ത്, എന്റെ കർത്താവിനെ സ്തുതിക്ക്. ആത്മീയ മണ്ഡലം ഒന്ന് മാറട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ, കർത്താവിന്റെ നാമം നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളായി മാറട്ടെ.
ഹല്ലേലൂയ. അവന്റെ സന്തതി വായിച്ചദേവദാസി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അടുത്ത വാക്യം, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് നിർത്തണേ. ഹേ ദൈവമൈതലേ, എല്ലാ തലമുറയും അനുഗ്രഹിക്കപ്പെടില്ല. നേരുള്ളവരുടെ തലമുറ. കേട്ടോ, പുറകിലിരിക്കുന്ന മുഴുവൻ മാതാപിതാക്കളോടും പറയാം, വീട്ടിലിരുന്ന് കേൾക്കുന്ന മാതാപിതാക്കളോടും പറയാം, ആരാധിക്കുമ്പം മക്കൾ കൂടെ ഇല്ലെങ്കിൽ ഫാമിലി ഫോട്ടോ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം ആരാധിക്കാൻ. നിന്റെ സന്തതിയോട് സ്നേഹമുണ്ടെങ്കിൽ, നിന്റെ സന്തതിയോട് അല്പമെങ്കിലും നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ അവിടെ ആരാധന പുറത്തു വരില്ല, സത്യ ആരാധന പുറത്തു വന്നിരിക്കും. കാരണം നേരുള്ളവൻ ആരാധിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല, തന്റെ തലമുറയ്ക്ക് കൂടെ വേണ്ടിയാ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അബ്രഹാം അമാലേക്യന് 7 പെണ്ണാട്ടിൻ കുട്ടികളെ കൊടുത്ത് അവനെ ശാസിച്ച് ബാത്സിച്ച് ഒരു കിണർ വിലയ്ക്ക് വാങ്ങി. വായിക്കണ്ട, ഉൽപ്പത്തി 21:25. ആ കിണറിന്റെ പേരാണ് ബേർശബ. ആ കിണറിന്റെ പേരാണ് ബേർശബ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്കിച്ചിരി വെള്ളം ദാഹം വന്നാൽ, പാസ്റ്റർ സിബിക്ക് ഇച്ചിരി വെള്ളം ദാഹം വന്നാൽ നമ്മളൊക്കെ ഒരു കിണർ വിലയ്ക്ക് മേടിക്കുമോ? ഓ, അതെന്നാ മനുഷ്യരാ, നമുക്കിച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ കിണർ മേടിക്കുവോ? പറ മേടിക്കുവോ? ഇല്ല, ഒരു കുപ്പി വെള്ളമേ മേടിക്കത്തുള്ളൂ. പക്ഷെ ഒരപ്പൻ കിണർ മേടിക്കുന്നുണ്ടെങ്കിൽ അത് അവന് വേണ്ടി മാത്രമല്ല, അവന്റെ തലമുറയ്ക്ക് കൂടെ വേണ്ടിയിട്ടാ. റാഫ, പാസ്റ്റർ സുനിൽ കാഞ്ഞിരംകുളത്ത് റാഫ എന്ന് പറഞ്ഞൊരു കിണർ കുത്തിയത് തനിക്ക് മാത്രം വെള്ളം കുടിക്കാനല്ല, തലമുറയായി വെള്ളം കുടിക്കാനാ. ഓ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അപ്പന്മാരോട് പറയാ, മുഴുവൻ അമ്മമാരോടും പറയാ, നിന്റെ ഹല്ലേലൂയ നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ സ്തോത്രം നിനക്ക് വേണ്ടി മാത്രമല്ല, ഈ ഉപവാസം നിനക്ക് വേണ്ടി മാത്രമല്ല, ഈ ആരാധന നിനക്ക് വേണ്ടി മാത്രമല്ല, തലമുറയായി ഒരു വലിയ ആത്മമണ്ഡലം തുറക്കാൻ. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തൊടട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തൊടട്ടെ, ദൈവാത്മാവ് ചിലരെ തൊടട്ടെ. ഞാൻ പറഞ്ഞത് നേരാണോ? അതെ. ആ കിണർ ഫെലിസ്ത്യർ മൂടി 26:17. പക്ഷെ ആ കിണർ ഇസഹാക്ക് മാന്തി. ആ കിണർ പിന്നെ പലരും മൂടി, പക്ഷെ ആ കിണർ യാക്കോബ് മാന്തി. പിന്നെ ആ കിണർ ശത്രുക്കൾ പലരും മൂടി, പക്ഷെ ഇസ്രായേൽ മക്കൾ ആ കിണർ പാടി തുറന്നു. സംഖ്യ 21:17 അവർ പാടി, കിണറ് പൊങ്ങിവാ. അപ്പോൾ മൂടിയ കിണർ ആരാധിച്ചു തുറന്നു. തീർന്നില്ല, കൃപയുള്ളവർ ആരാധിച്ചോ. ഈ കിണർ അബ്രഹാമിന്റെ കിണറാണ്, ഇത് ഇസഹാക്കിന്റെ കിണറാണ്, ഇത് യാക്കോബിന്റെ കിണറാണ് എന്ന് പറഞ്ഞ് പഴയ നിയമമാണെന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ശമര്യക്കാരത്തി യേശുവിനോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പിതാവായ യാക്കോബിന്റെ കിണറാണ്. കിണറ് ഇപ്പോഴുമുണ്ട്, കിണറ് തീർന്നിട്ടില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ആ
കിണറിന്റെ വെള്ളം കുടിക്കുന്നവരാ. ഇന്ന് പകല് ഞങ്ങൾ ആ കിണറിന്റെ സന്തോഷം അനുഭവിക്കുന്നവരാ. ഈ കിണർ ഇത് ദൈവത്തിന്റെ സഭയുടെ അനുഗ്രഹമാണ്. ഈ കിണർ ഇത് ദൈവത്തിന്റെ സഭയാണ്. ഈ കിണർ അത് നിന്റെ നന്മയാണ്. ഈ കിണർ നിന്റെ തലമുറയുടെ നന്മയാണ്. ഈ കിണർ നിന്റെ അനുഗ്രഹമാണ്. ഈ കിണർ നിന്റെ സാമ്പത്തിക ആത്മീയ മണ്ഡലങ്ങളുടെ ഉയർച്ചയാണെന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്ക്. ഈ കിണർ ഒരിക്കലും മൂടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്ക്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ നടക്കുന്നവന്റെ സന്തതി, അണ്ടർലൈൻ, ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അടുത്ത വാക്യം, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാക്യം, ഐശ്വര്യവും സമ്പത്തും. ഐശ്വര്യവും, ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും രണ്ടാണ്. ഐശ്വര്യം ഉണ്ടായാൽ സമ്പത്തുണ്ടാകണമെന്നില്ല. സമ്പത്തുള്ള കാഞ്ഞിരംകുളത്തെ എല്ലാ വീട്ടിലും ഐശ്വര്യമില്ല. ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകണമെങ്കിൽ അത് ശ്രദ്ധിച്ചേ, അവൻ നേരുള്ളവരുടെ തലമുറയായിരിക്കണം. ഇനി ആ വാക്യത്തിനകത്തൊരു മിസ്റ്ററി, ഒരു മർമ്മം കിടപ്പുണ്ട്. വീണ്ടും പറ, ഐശ്വര്യവും ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവസാനത്തെ മൂന്നക്ഷരം പറ. വായിക്കവിടെ അവസാനത്തെ മൂന്നക്ഷരം അവന്റെ വീട്ടിലുണ്ടാകും. അത്രതാണ് മൂന്നക്ഷരം. അവന്റെ വീട്ടിലുണ്ടാകും. 16 അക്ഷരം ഉണ്ടല്ലോ. അവസാനത്തെ മൂന്നക്ഷരം പറ. ഉണ്ടാകും. ഉണ്ടാകും. അവൻ ജോലി ചെയ്ത് അമേരിക്കയിൽ പോയി ഉണ്ടാക്കും എന്നല്ല. അവള് നഴ്സിംഗ് പഠിച്ച് OET എഴുതി UAE പോയി, ഇംഗ്ലണ്ടിൽ പോയി, അവൾ പൈസ ഉണ്ടാക്കും എന്നല്ല ബൈബിളിൽ. ഐശ്വര്യവും സമ്പത്തും നേരുള്ളവരുടെ തലമുറയാണെങ്കിൽ അത് ഉണ്ടാകും. അത് ഉണ്ടാകും. അത് ദൈവത്താൽ ഉണ്ടാകും. അതിനകത്ത് നിന്റെ ഒരുപാട് പരിശ്രമങ്ങളൊന്നും വേണ്ട. നിന്റെ കപട ബുദ്ധികളൊന്നും അതിനകത്ത് വേണ്ട. നിന്റെ ഐഡിയാസ് ഒന്നും അതിനകത്ത് വേണ്ട. ഐശ്വര്യമുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ നീ നേരുള്ള തലമുറയായാൽ, നിനക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ, നീ വിശുദ്ധനാണെങ്കിൽ, നീ വിശുദ്ധമതിയാണെങ്കിൽ, നീ വിശ്വസ്തനാണെങ്കിൽ, നീ വിശ്വാസിയാണെങ്കിൽ, നീ ആരാധിക്കുന്നവനാണെങ്കിൽ, നീ ദൈവ പ്രമാണത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ, നീ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ സഭയിൽ സത്യസന്ധതയോടെ കടന്നു വന്ന് ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭാവിയിൽ ഐശ്വര്യവും സമ്പത്തും സമ്പത്തും ഉണ്ടാകും. ഉണ്ടാകും. സ്വതന്ത്രം പറ, ഉണ്ടാകും. ഇയ്യോബ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒന്ന് തൊട്ടുപോകാം. ഊസ് ദേശത്തെ മഹാൻ, ദ ഹോണറബിൾ ആൻഡ് റെസ്പെക്റ്റഡ് പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. 2, അവൻ ദൈവഭക്തനായിരുന്നു. 3, അവൻ നേരുള്ളവനായിരുന്നു. 4, അവൻ നിഷ്കളങ്കനായിരുന്നു. 3, അവൻ ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ 5 കാര്യങ്ങൾ അവൻ ഉണ്ടാക്കിയതാ. ഈ 5 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ, നമ്മൾ സത്യസന്ധനായിട്ട് ജീവിക്കണമെങ്കിൽ അത് തന്നെത്താൻ ഇറങ്ങി വരത്തില്ല, നമ്മൾ തന്നെ ആകണം. ആമേൻ. ദൈവം ഒരാളെ വിശുദ്ധനാക്കത്തില്ല. എല്ലാവരും അറിഞ്ഞിരുന്നോണം. നിങ്ങൾ എത്ര ദിവസം ഉപയോഗിച്ചാലും നിങ്ങളെ വിശുദ്ധനാക്കത്തില്ല, നിങ്ങൾ ആകണം. ആമേൻ. ദൈവം ആക്കുന്നതുണ്ട്, നമ്മൾ ആകുന്നതുമുണ്ട്. ആമേൻ. ഇനി അടുത്ത വാക്ക്, നമ്മൾ ആകേണ്ടതുപോലെ ആയാൽ ദൈവം ആക്കേണ്ടതുപോലെ ആക്കും.
കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാൽ നമ്മളാകേണ്ടതുപോലായാൽ നമ്മളാകേണ്ടതുപോലായാൽ ദൈവം നമ്മളെ, നമ്മുടെ തലമുറയെയും ആക്കേണ്ടതുപോലെ ആക്കും ദൈവം. സ്തോത്രം, സ്തോത്രം. എനിക്ക് ചില പ്രസംഗങ്ങൾക്ക് പറയാൻ ഭയങ്കര ഭയം. ആമേൻ. എന്നാന്നറിയോ? വേണേ കാണാപ്പാടം പിടിച്ചോ, സെന്റൻസ് പറഞ്ഞുതരാം. അനുഭവിച്ചിട്ട് നീ പ്രസംഗിച്ചില്ലെങ്കിൽ നീ പ്രസംഗിച്ചിട്ട് അനുഭവിക്കും. അനുഭവിച്ചിട്ട് പ്രസംഗിച്ചില്ലെങ്കിൽ നീ പ്രസംഗിച്ചിട്ട് അനുഭവിക്കും. അതുകൊണ്ട് പ്രസംഗിക്കുന്നവർ ഭയങ്കരമായിട്ട് ഭയപ്പെടണം. ആമേൻ. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായിരിക്കണം എന്ന് കെ എബ്രഹാം പ്രസംഗിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ മാതൃകയായിരിക്കണം. അല്ലാതെ ഇത് പ്രസംഗിക്കാൻ എനിക്ക് യോഗ്യതയില്ല. കാരണം എന്നോടുള്ള ദൈവത്തിൻ്റെ നീതിയാണ് എൻ്റെ മക്കളിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അവൻ സ്തോത്രം പറഞ്ഞോ. ഇയ്യോബ് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ, ഊസ് ദേശത്തെ മഹാൻ. ഈ 5 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ ഉണ്ടാക്കിയെടുത്തു. ദൈവസന്നിധി ജീവിച്ച് കാണിച്ചു. അപ്പോൾ ദൈവം സൗജന്യമായിട്ട് പുള്ളിക്കൊരു പൊസിഷൻ കൊടുത്തു. അതാണ് സമ്പന്നൻ. അത് തമ്പുരാൻ കൊടുത്തതാ. ഹല്ലേലൂയ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ഇയ്യോബിന് 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത. ആമേൻ. സ്തോത്രം. ഭാര്യ, 3 പെൺകുട്ടികള്, 7 ആൺകുട്ടികള്, ആവശ്യം പോലെ കൂട്ടുകാര്, ചവറ് പോലെ വേലക്കാര്. ഇഷ്ടം പോലെ, ഇയ്യോബിന് ആവശ്യം പോലെ. അടുത്തതിലേക്ക് ഞാൻ വരാം. അവൻ നേരുള്ളവനാ. ബാക്കി പറയാൻ പോവാ. നമ്മുടെ വിഷയം നേരുള്ളവൻ്റെ സന്തതി, നേരുള്ളവൻ്റെ കുടുംബം. അപ്പം അയ്യോബ് നേരുള്ളവനാ. പിശാച് ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു. ഈ ഇയ്യോബ് എന്ന് പറയുന്ന നിന്റെ ആ നേരുള്ളവനുണ്ടല്ലോ, ആ നേരുള്ളവൻ, അവൻ്റെ സമ്പത്തെ നീ ഒന്ന് തൊട്, അപ്പോൾ അവൻ്റെ നേര് ഞാൻ കാണിച്ചു തരാം. ഓ, കൃപയുള്ളവരെൻ്റെ കൂടെ നിൽക്ക്. നീ അവൻ്റെ സമ്പത്തിലൊന്ന് തൊട്, നീ അവൻ്റെ ഐശ്വര്യത്തിലൊന്ന് തൊട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ തൊടാൻ പോവാ. എൻ്റെ ദാസനായ നേരുള്ളവനായ നിഷ്കളങ്കനായ ഇയ്യോബിൻ്റെ സമ്പത്ത് ഞാൻ തൊടാൻ പോവാ. പക്ഷെ പൊട്ടപ്പിശാചേ, കാഞ്ഞിരംകുളത്തെ പൊട്ടപ്പിശാചേ, ഞാൻ നിന്നോട് അഡ്വാൻസ് ആയിട്ട് പറയാ, ഞാൻ അവന്റെ സമ്പത്ത് എടുത്തു കളഞ്ഞാലും, നീ അവനെ ചൊറി പിടിപ്പിച്ചാലും, അവന്റെ ദേഹം മുഴുവൻ പുഴു കയറിയാലും അവന്റെ നേര് വിട്ടു പോകത്തില്ല. അവന്റെ നേര് അവനെ വിട്ടു പോകത്തില്ല. അവന്റെ വിശുദ്ധി അവനെ വിട്ടു പോകത്തില്ല. അവന്റെ സത്യസന്ധത അവനെ വിട്ടു പോകത്തില്ല. ദൈവത്തിന്റെ പൈതലേ, ഈ ശബ്ദം കേൾക്കുന്നവരെ, നിന്റെ സമ്പത്ത് പോയാലും, ഓ, നിന്റെ ജീവിതത്തിലെ സകലവും നഷ്ടപ്പെട്ടാലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ലോകം മുഴുവൻ കേട്ടോ, യഥാർത്ഥ ദൈവത്തിന്റെ പൈതൽ, ആമേ, ഉണ്മയായി നേരുള്ളവൻ, ഓ, അല്ല, കപടതയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്, നിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്, അത് വീടല്ല, അത് ആടല്ല, അത് പശുവല്ല, അത് ഒട്ടകമല്ല, അത് തമ്പുരാൻ കൊടുക്കുന്ന തലമുറയാണ്. ഹല്ലേലൂയ, സ്തോത്രം പറ, സ്തോത്രം പറ. ഹല്ലേലൂയ, ആമേൻ. ഇയ്യോബിന്റെ ആടിനെ മുഴുവൻ ദൈവം എടുത്തു, ഒട്ടകത്തെ മുഴുവൻ എടുത്തു, എല്ലാം എടുത്തു. നമ്മുടെ വിഷയം നേരുള്ളവൻ്റെ, മറക്കല്ല്, നേരുള്ളവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ഒരു കാര്യം കൂടെ ദൈവം എടുത്തു കളഞ്ഞു. ഇയ്യോബിൻ്റെ 10 മക്കളെയും ദൈവം എടുത്തു കളഞ്ഞു. ആമേൻ. നമ്മുടെ വാക്യം എന്നാ? വീണ്ടും പറ. നേരുള്ളവൻ്റെ തലമുറ. ഇവിടെ ദൈവം എന്താ ചെയ്തേ? തലമുറയെ
നിങ്ങൾക്ക് തെറ്റി, എനിക്കും തെറ്റിയായിരുന്നു. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായുള്ള ആ തെറ്റൊന്ന് മാറിയിട്ട് എന്തുകൊണ്ട് യോബിൻ്റെ ഭാര്യയെ കൊന്നില്ലെന്ന് ഒരു മർമ്മം ദൈവം എനിക്ക് വെളിപ്പെടുത്തി. നേരുള്ളവൻ്റെ തലമുറ എന്ന വാക്യം നിവർത്തിക്കപ്പെടണമെങ്കിൽ തലമുറ എടുത്തു കളഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഭാര്യ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് ഇനിയും ഇയ്യോബിന് അതിനേക്കാൾ സുന്ദരിമാരായ മക്കളെയും ആൺകുഞ്ഞുങ്ങളെയും കൊടുപ്പാൻ. ഓ, കൃപയുള്ളവർ ദൈവത്തെ ആരാധിച്ചോ. തമ്പുരാൻ തലമുറ എടുത്ത് കളഞ്ഞില്ല. ഇനി പറ, ഇയ്യോബിന്റെ തലമുറയെ ദൈവം കളഞ്ഞില്ല. തമ്പുരാനൊരു പ്ലാനുണ്ട്. തലമുറ ഇനി തിരിച്ചു വരാൻ പോകുകയാ. ഓ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സഭ മുഴുവൻ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇയ്യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ 10 മക്കളെയും, ഓ, ഇയ്യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ 10 മക്കളെയും, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം പറ. ഇയ്യോബിന്റെ ശരീരത്തെ പുണ്ണുകൾ മുഴുവൻ സൗഖ്യമായി. പുഴുവൊന്നും ഇപ്പൊ ഇല്ല. 10 മക്കളും തിരിച്ചു വന്നു. യോബിന്റെ ഭാര്യയ്ക്ക് വീണ്ടും കർത്താവ് എത്ര മക്കളെ കൊടുത്തു? 10 മക്കളെ. ലോകത്തിൽ അതുപോലെ സുന്ദരിമാരില്ല. യമീമ, കെസിയ, ഓ, 10 മക്കളും കൊടുത്തു. അത് കഴിഞ്ഞാണ് യോബ് ആടിനെ എണ്ണി നോക്കിയത്. തനിക്ക് എത്ര ആടുണ്ടായിരുന്നു? മറന്നുപോയി നിങ്ങൾ? 7000. മറക്കരുത്, എത്ര ഉണ്ടായിരുന്നു? 7000. സുഖമായ ശേഷം യോബ് വീണ്ടും ചെന്ന് ആടിനെ എണ്ണി നോക്കിയപ്പം 14,000 ആടുണ്ട്. ഒരു ദൂതി ഞാൻ പറയാം, ഐശ്വര്യവും സമ്പത്തും ആട് പ്രസവിച്ച് 2 തമ്പുരാൻ അത് ഇരട്ടിയാക്കി മാറ്റി. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാവിലെ തമ്പുരാൻ ചില ദൂതുകൾ പറയുന്നു. നിന്റെ ബിസിനസിന്റെ വരുമാനങ്ങൾ വർദ്ധിക്കാൻ പോവാ. ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ ചില അത്ഭുത വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാ. ഓ, നന്മയുടെ ചില വഴികൾ ദൈവം തുറക്കാൻ പോകുകയാ. അടഞ്ഞു പോയെന്ന് നീ പറഞ്ഞ ചിലത് തമ്പുരാൻ തുറക്കാൻ പോകുകയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രവചനങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രവചനങ്ങൾ അത്ഭുതങ്ങളായി മാറട്ടെ. ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന നേരുള്ളവന്റെ തലമുറയിൽ ചില ഐശ്വര്യങ്ങൾ വരട്ടെ, സമ്പത്ത് വരട്ടെ, നന്മകൾ വരട്ടെ, വിടുതലുകൾ വരട്ടെ. അവന്റെ വചനം കൈക്കൊള്ളുന്ന, അവനെ ആരാധിക്കുന്നവരുടെ തലമുറയിൽ അനുഗ്രഹങ്ങൾ വരട്ടെ. സന്തോഷത്തോടെ കൃപയിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ ഈ തലമുറ, മക്കൾ, കുടുംബം എന്നുള്ള വിഷയത്തിൽ ഒത്തിരി ഭാരത്തിലാണ്. ചിലയിടത്തൊക്കെ പ്രസംഗം എനിക്ക് ഒത്തിരി കരയേണ്ടി വരും. കരഞ്ഞിട്ടുണ്ട്, കരച്ചിൽ വരും. ചില വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചു പോകാം. ആമേൻ. ഇന്ന് പകൽ എൻ്റെ സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ ഒരു ഹെഡിങ് ഞാൻ നിങ്ങൾക്ക് തരാം. മക്കൾ നേരുള്ളവരാകണമെങ്കിൽ മാതാപിതാക്കൾ എന്തു ചെയ്യണം? മക്കൾ നിമിത്തം നിങ്ങൾക്കൊരാശങ്ക, ഒരു ടെൻഷൻ, രാവിലെ ഉറക്കമെണീക്കുമ്പോൾ മക്കളെ ഓർക്കുമ്പോൾ ഓ അയ്യോ എന്നൊരു ബാധി, നിങ്ങളുടെ അകത്ത് ഒരു തീ, നമുക്കൊരു വേദന വരാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ന് ബൈബിളിൽ നിന്ന് ചില ചിന്തകൾ. മക്കൾ വളർന്നു, നിങ്ങളെക്കാൾ അവർക്ക് തലപ്പൊക്കമുണ്ട്. മക്കൾ വളർന്നു, നിങ്ങളെക്കാൾ അവർ മിടുക്കരാണ്. ഇംഗ്ലീഷ് പറയും, ഹിന്ദി പറയും, തമിഴ് പറയും. ആമേൻ. ചില മക്കളൊക്കെ ഡാൻസും ആടും. ചില മക്കളൊക്കെ ആമേൻ നന്നായിട്ട് തമാശം പറയും. ചില മക്കളൊക്കെ 4-5 കുഴിമന്തി
ഒറ്റ ഇരിപ്പി തിന്നും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചില മക്കളൊക്കെ നീ ചോദിക്കുന്ന പൈസ അവൻ്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്തില്ലെങ്കിൽ അവൻ അപ്പനെ ചീത്ത വിളിക്കും. പക്ഷെ അങ്ങനെയുള്ളവരൊന്നും റാഫാക്കാത്തില്ല. ഞാൻ വായിച്ച ഒരുപാട് വാർത്തകളും എന്നെ കരയിപ്പിച്ച ഒരുപാട് കരച്ചിലുകളുടെ ന്യൂസുകളുമുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത്. ഈ മെസ്സേജ്, ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ മെസ്സേജ് നിങ്ങൾ കുറിച്ചിട്ടോ, ലോകം കയ്യിലിട്ട് അമ്മാനമാടും ഈ മെസ്സേജ്. ഒരുപാട് മാതാപിതാക്കൾ ഇത് മക്കൾക്ക് അയച്ചു കൊടുക്കും. ഒരുപാട് മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കും. ഒരുപാട് മാതാപിതാക്കൾ ഇത് ഷെയർ ചെയ്യും. ഒരുപാട് ചെറുപ്പക്കാർ, യൗവനക്കാർ അവരിത് നിമിത്തം ദൈവത്തെ അറിയും. ആമേൻ. ഒരു പ്രവാചകൻ ഒരു മൈതാനത്ത് ഇറങ്ങി നിന്നിട്ട് തൻ്റെ പ്രസംഗം കേൾക്കാൻ ഓഡിയൻസ് ഒന്നുമില്ലാത്തത് കൊണ്ട് താൻ വിളിച്ചു പറഞ്ഞത് ബൈബിളിൽ കിടപ്പുണ്ട്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക. എന്താ യെശയ്യാവേ നിന്റെ സബ്ജക്റ്റ് എന്താ? ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനനെ, അതിന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ 5-6 തല തൊട്ട് പാദം വരെ മുഴുവൻ ദീനം. അവനെല്ലാം പഴുത്ത് വ്രണമായിരിക്കുന്നു, വെച്ച് കെട്ടിയിട്ടില്ല, ഞെക്കി കളഞ്ഞിട്ടുമില്ല. അവൻ ചോദിക്കുന്ന ചോദ്യം, ഇനി എന്നെ അടിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ അധികം പിന്മാറുകയേ ഉള്ളൂ. അടിച്ചാൽ നിവർത്തിയില്ല, അവൻ ശിക്ഷിച്ചാൽ നിവർത്തിയില്ല. കോടതി റിമാൻഡ് ചെയ്തിട്ട് ഇറങ്ങി വരുന്നവൻ അതിനേക്കാൾ ക്രിമിനലായിട്ട് വരികയാ. വല്ലാത്തൊരു ലോകത്തിലാ ജീവിക്കുന്നത്. തലമുറയ്ക്ക് വേണ്ടി കരയുന്നവർ മുടി പിച്ചി പറിച്ച് തുറിച്ച കണ്ണുകളുമായി അലറി കരഞ്ഞുകൊണ്ട് അമ്മമാര് മക്കളുടെ ശവശരീരത്തിന്റെ പുറത്ത് വീണലറുന്നു. മോനെ, ഞാൻ ഇതിനാണോ നിന്നെ വളർത്തിയതെന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് അങ്ങനെ കരയുമ്പോൾ തിരുവനന്തപുരത്തെ, കോട്ടയത്തെ, കോഴിക്കോട്, ആലപ്പുഴ, വണ്ടൂരിലെ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ മുമ്പിൽ ചിച്ചി കീറിയ ശവശരീരം തുന്നിക്കെട്ടി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് അപ്പന്മാർ, ഒരുപാട് അമ്മമാർ തങ്ങളുടെ മക്കള് ആരും അറിയാത്ത സ്ഥലത്ത് വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ വെട്ടിക്കൊല്ലപ്പെട്ടത്, മരിച്ചുപോയ വാർത്തകള് ബ്രേക്കിംഗ് ന്യൂസുകളിൽ കണ്ടില്ലേ, വായിച്ചില്ലേ? കേരളത്തിന് എന്ത് പറ്റി? ഇന്ത്യക്ക് എന്ത് പറ്റി? മലയാളിക്ക് എന്ത് പറ്റി? എന്ത് ഈ തലമുറ ഇങ്ങനായി പോയത്? നീറിപ്പുകയുന്ന ഹൃദയവുമായി ചങ്ക് വലിച്ചു കീറി ദൈവത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട്, എന്തിനാ എനിക്ക് ഇങ്ങനൊരു തലമുറയെ തന്ന്? കൊന്നുകളയാൻ മേലായിരുന്നോ? 9 മാസം ഉദരത്തിൽ ചുമന്ന അമ്മ ശവശരീരത്തിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമാ, എന്തിനാ എന്റെ വയറ്റിനകത്തവനെ തന്ന്? അന്ന് കൊന്നുകളയാമായിരുന്നില്ലേ? ലോകം മുഴുവൻ തലമുറയുടെ പേര് പറഞ്ഞ് കരയുകയാ. സ്വന്തം അമ്മയുടെ തലയിൽ ചുറ്റിക കൊണ്ടടിക്കുമ്പോൾ വെഞ്ഞാറം മൂടുകാരൻ അഫാന് ഇതെന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാണെന്ന് അറിയില്ലായിരുന്നു. വെള്ളറടയിൽ സ്വന്തം അപ്പനെ പ്രസവിച്ച അമ്മയുടെ മുമ്പിൽ വെച്ച് വെട്ടി അരിഞ്ഞിടുമ്പോൾ ആ MBBS-കാരൻ ഡോക്ടർക്ക് അറിയില്ലായിരുന്നു ഇതെന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാണെന്ന്. അറിയാ. പിന്നെ എന്താ ഈ തലമുറയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? എവിടെങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? നീ ഏതെങ്കിലും വീട്ടിനകത്തൊരു മൊബൈൽ പോലും പിടിച്ചുകൊണ്ട് ഇപ്പോൾ നീ ഇരിപ്പുണ്ടാകുമല്ലേ?
കേട്ടോ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ഈ തലമുറയെ രക്ഷിക്കാൻ രാഷ്ട്രീയ മീമാംസകർക്ക് കഴിയില്ല, ചാരിറ്റബിൾ വർക്കുകൾക്ക് കഴിയില്ല, മോഡേൺ റിലീജിയൻ ആൻഡ് സെക്കുലർ മൂവ്മെന്റുകൾക്ക് കഴിയില്ല, ഇവിടുത്തെ മത സംഘടനകൾക്ക് കഴിയില്ല. ഈ തലമുറയെ മാറ്റിയെടുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് ക്രൂസിന്റെ വഴി, അതാണ് സുവിശേഷത്തിന്റെ വഴി, അതാണ് പരിശുദ്ധാത്മാവിന്റെ വഴി, അതാണ് ദൈവത്തിന്റെ വചനം. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ തലമുറയെ സത്യത്തിലേക്ക് നടത്താൻ, ഈ തലമുറയെ ദൈവമുള്ളവരാക്കി മാറ്റാൻ രണ്ട് വഴിയില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം, അതാണ് സുവിശേഷത്തിന്റെ മാർഗം, അതാണ് സത്യസഭയുടെ വചനം, അതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സഭാപ്രസംഗി 12:1 വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കാം. യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ, ചെറുപ്പക്കാരനെ, നിന്റെ ഈ യൗവന പ്രായത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്നെ സൃഷ്ടിച്ച ഒരാളുണ്ടെന്ന് നീ ഓർത്തോണം. ആമേൻ. നീ വിചാരിക്കും നിന്റെ അപ്പനും അമ്മയ്ക്കും കൂടെ നീ ജനിച്ചതാണെന്ന്. അയ്യേ, അങ്ങനെയാണെങ്കിൽ ആമേൻ, മക്കളില്ലാത്ത അപ്പനമ്മമാരെങ്ങനെ ഉണ്ടായി? ചില മാതാപിതാക്കൾക്ക് മക്കളുണ്ടോ? ഉണ്ടോ? എന്താ അവർക്ക് മക്കൾ വേണ്ടേ? വേണം. എന്തേ ഇല്ലാത്ത? ഉത്തരം ഉണ്ടാകുന്നില്ല. പറ. അവർ വിചാരിച്ചിട്ടും ഉണ്ടാകുന്നില്ല. എഴുതിയിട്ടോ, നീ വിചാരിച്ചാലും ദൈവം വിചാരിക്കാതെ ഉണ്ടാകത്തില്ല. മക്കളുണ്ടാകണമെന്നൊന്നും അപ്പനും അമ്മയും വിചാരിച്ച ഉണ്ടാകത്തില്ലെന്ന്. എൻ്റെ പേര് കെ എബ്രഹാം. എക്സും വൈയും ക്രോമോസോമുകൾ, ലക്ഷക്കണക്കിന് ക്രോമോസോമുകൾ ഓടി നടക്കുന്നതിനിടയിൽ ഏത് കൂട്ടിമുട്ടണം, എവിടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഫെർട്ടിലൈസേഷന്റെ റിസൾട്ട് പുറത്തു വരണമെന്ന് തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മക്കളുണ്ടായി എന്നൊന്നും ആരും ധരിക്കല്ലേ. അങ്ങനൊന്നും ധരിച്ചു കളയല്ലേ കേട്ടോ. അങ്ങനൊന്നും ഉണ്ടാകുന്നതല്ല. 127-ാം സങ്കീർത്തനം, മക്കൾ യഹോവ തരുന്ന ദാനം. ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ്. കല്യാണത്തിനൊക്കെ കൊണ്ട് കൊടുക്കല്ലേ, ക്ലോക്ക്, കിണ്ടി, മൊന്ത, അതിൻ്റെ പേരാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ നീ കല്യാണം കഴിച്ചപ്പം ദൈവം നിനക്ക് തന്ന ഗിഫ്റ്റാണ് നിന്റെ മക്കൾ. ആമേൻ, ആമേൻ. ഞാൻ അവിടെ അങ്ങ് വിടുകയാണ്. ഈ അമ്മമാരും അപ്പന്മാരോടും എനിക്ക് ഒത്തിരി ബഹുമാനവും സ്നേഹമുള്ളതുകൊണ്ട് വിസ്താര ഭയത്താൽ ഞാനത് വിശദീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാനത് കുറച്ചുകൂടെ കൺവെൻഷനൊക്കെ ആയിരുന്നു, ഇച്ചിരൂടെ നല്ലപോലെ ഞാൻ പറഞ്ഞേനെ അത്. ആമേൻ. നീ ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാകത്തുമില്ല, നീ വേണ്ടെന്ന് വിചാരിച്ചാൽ ഇതൊട്ട് നിൽക്കത്തുമില്ല. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം നമ്മൾ. അവിടെയാണ് ദൈവത്തിൻ്റെ വില. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ വില. നിനക്ക് എത്ര മക്കൾ വേണമെന്നും അവരെങ്ങനെ വളരണമെന്നും അവർക്കെന്ത് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നും അവർക്കെന്ത് അഴകുണ്ടാകണമെന്നും അവർക്കെന്ത് ആരോഗ്യം ഉണ്ടാകണമെന്നും അവരാരാകണമെന്നും സകലവും കുറിച്ചു വെച്ച സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് ദൈവത്തെ നന്ദിയോടൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചോ, ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ എന്ന് പറഞ്ഞോ, മനസ്സിൽ പറഞ്ഞ് ആരാധിച്ചോ. ഞാൻ ഉണ്ടായത്, എനിക്ക് വിവാഹം നടന്നത്, എനിക്ക് മക്കൾ ഉണ്ടായത്, അവര് വളർന്നത് ഒന്നും എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, അത് തമ്പുരാന് അങ്ങയുടെ കൃപയാണ്. അതുകൊണ്ട്
യൗവനക്കാര്, നിന്റെ യൗവനകാലത്ത് നിന്നെ സൃഷ്ടിച്ചവനെ ഓർത്തുകൊള്ളുക. അടുത്ത വാക്യം. ദുർദിവസങ്ങൾ വരികയും. ദുർദിവസങ്ങൾ വരും. എനിക്ക് ഇഷ്ടമില്ല. ദുർദിവസങ്ങൾ വരും. അപ്പോൾ കർത്താവ്, ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നൊന്നും ദുർദിവസമല്ലേ? അതൊക്കെ ഒരു പൈലറ്റ് വണ്ടിയാ. ആമേൻ. കൈക്കകത്ത് കിടന്ന് കാമുകനുമായി സല്ലപിക്കുന്ന കർഷ പുളകിത ഗാത്രയായിത്തീർന്ന നർമ്മസല്ലാപത്തിലിരിക്കുന്ന കാമുകനായ മനുഷ്യൻ കാമുകിയോട് ചോദിക്കുന്നു, നിന്റെ സ്നേഹത്തിന്, നിന്റെ ഈ ഭയങ്കരമായ എന്നോടുള്ള ഇഷ്ടത്തിന് ഞാൻ എന്ത് പകരം തരണം? അവളുടെ മറുപടി, ഒന്നും തരണ്ട, ഈ കഷായം കുടിച്ചാൽ മതി. ഇവിടെ വലിയ പ്രശ്നം നടക്കുക. സ്നേഹിച്ച കാമുകയെ പെട്രോൾ ഒഴിച്ച് തെരുവിൽ കത്തിക്കാൻ മടിയില്ലാത്തവനും, കാമ്പസിനകത്ത് കയറി കാമുകിയുടെ കഴുത്തിൽ കത്തി വച്ച് കീറി മുറിച്ച് നിലത്തിടാൻ മടിയില്ലാത്തവനും, അവൻ 5 പേരെ 6 മണിക്കൂർ കൊണ്ട് ചുറ്റിക്ക് കടിച്ചു കൊല്ലാൻ മടിയില്ലാത്തവനും, എന്തിനേറെ അവൻ ആഭരണം കൊടുക്കാത്തതിന് പേരിൽ അമ്മയെ തൊഴിച്ച് ആശുപത്രിയിലാക്കിയ മകനും, 5 സെന്റ് ഭൂമിക്ക് വേണ്ടി അപ്പനെ വെട്ടിക്കീറി കോലാടിക്ക് കൊത്തിയെരിഞ്ഞവരും, ജനിപ്പിച്ച കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന അമ്മമാരും, എന്തിനേറെ ഭർത്താവിനെ വെട്ടിയെരിഞ്ഞ് സൂട്ട്കേസിനകത്ത് 21 കഷണമാക്കി ട്രെയിനെ കയറ്റി കൊണ്ടുപോയ ഡോക്ടറും. അവൻ കേട്ടോ, എവിടെ പ്രശ്നം? എവിടെ പ്രശ്നമുണ്ടായത്? അറിഞ്ഞോ? എഴുതിയിട്ടോ? ഇനിയും വരും ദുർദിവസം. അടുത്ത വാക്യം. ദുർദിവസങ്ങൾ വരികയും. എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം. എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും. മതി, അവിടെ നിൽക്കട്ടെ. 11-ന്റെ 9-ഉം 10-ഉം 12-ന്റെ യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കാം. യൗവനത്തിൽ സന്തോഷിച്ചോ? യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. ആനന്ദിച്ചോ? നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. നിനക്ക് പ്രേമിക്കണോ? പ്രേമിച്ചോ. ചാറ്റണോ? ചാറ്റിക്കോ. വാട്സാപ്പ് വേണോ? എടുത്തോ. നിനക്ക് ഇൻസ്റ്റാഗ്രാം വേണോ? എടുത്തോ. ഫേസ്ബുക്കിൽ കുത്തിയിരിക്കണോ? ഇരുന്നോ. 24 മണിക്കൂറും പച്ചക്കറി അരിയുന്ന പോലെ മൊബൈലിൽ തോണ്ടണോ? തോണ്ടിക്കോ. ബൈബിള് പറഞ്ഞതാ ഞാൻ പറഞ്ഞു. ബൈബിള് പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇച്ചിരി വിശദീകരിച്ചെന്നല്ലേ ഉള്ളൂ. യൗവനക്കാരാ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ, നിനക്ക് തോന്നിയതുപോലെ നടന്നോളാൻ. ബാക്കി വായിക്കേ. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. കുറിച്ചിട്ടോ തമ്പുരാൻ മറന്നു കളയുമെന്ന് നീ കരുതണ്ട. അമ്മ പറഞ്ഞാൽ അനുസരിക്കാതെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നില്ല, എനിക്ക് സൗകര്യമില്ല, അമ്മ പൊക്കോ എന്ന് പറഞ്ഞ് മൊബൈലിൽ ചാറ്റിക്കൊണ്ട് വീട്ടിനകത്ത് കുത്തിയിരിക്കുന്ന യൗവനക്കാരെ, ഇതൊക്കെ നീ ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. ഇതൊക്കെ നിമിത്തം നീ ഇത് ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് എന്ന് പറഞ്ഞാൽ ഇവൻ എന്താ വിചാരിച്ച ദൈവവും ചാറ്റുവാന്നോ എന്നാണ് അവൻ ഓർത്തെ. ഞാൻ മൊബൈലിനകത്തിരുന്നോണ്ട് അമ്മ പൊക്കോ ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ല എന്ന് നീ പറഞ്ഞപ്പോൾ നീ എന്താ വിചാരിച്ചേ? ഞാനും നിന്നെ പോലെ തന്നെ സ്വർഗത്തിലിരുന്നോണ്ട് ചാറ്റുകാന്നോർത്തോ? അതാ ദൈവം ചോദിച്ചത്. ഞാനും നിന്നെ പോലെ ഉള്ളവനെന്ന് നീ വിചാരിച്ചോ? ദൈവത്തിൻ്റെ കയ്യിലും മൊബൈൽ ഫോൺ ഇരിക്കുകയാണ്. രാവിലെ ദൈവവും സഭായോഗത്തിന് പോകാതിരുന്ന് ചാറ്റുകാന്ന് നീ വിചാരിച്ചോ എന്നാ ചോദ്യം. യൗവനക്കാരാ, നീ ഇത് ചെയ്തിട്ട് ഞാൻ നിന്നോട് മിണ്ടാതിരുന്നപ്പോൾ നീ എന്താ വിചാരിച്ചേ? ഞാനും നിന്നെ പോലെ ഉള്ളവനെന്ന് നീ വിചാരിച്ചോ? ഇത് മുഴുവൻ നിന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ നിരത്തി വെക്കും. യഹോവയെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. ഇതിനകത്തിരിക്കുന്ന ചിലരിപ്പോ ചിന്തിക്കുന്ന എന്നാന്ന് പറയാം, ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ ഭാഷ പറയുന്നേ?
എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത്, നിങ്ങൾ എന്തിനാ ഓൺലൈൻ വെച്ച്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ എന്തിനാ ഓൺലൈനിൽ വെച്ച്? ഈ പറഞ്ഞ നിങ്ങളോടല്ല, ഈ ചുറ്റുപാടുകളിൽ ഈ ശബ്ദം കേൾക്കുന്ന കുറെ പേരുണ്ട്. അവരോടും കൂടെ ചില ദൂത് ചേർത്താ ഞാൻ ഇന്ന് കൊണ്ടിരിക്കുന്നത്. അവരും കൂടി ഇത് കേൾക്കണം. ഈ ഓൺലൈൻ ഒരു പാഴാകരുത്, ഇതിന്റെ ചെലവൊരു പാഴാകാൻ പാടില്ല. ഈ പ്രസംഗം ഒരുപാട് പേര് കേൾക്കണം, ഇത് ഒരുപാട് കുടുംബങ്ങൾ കേൾക്കണം. സാത്താന്യ ആരാധനയ്ക്ക് അടിമപ്പെട്ടു പോയ ദൈവമക്കളുടെ സന്തതികൾ തന്നെ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ സാത്താന്യ ആരാധനകൾ എഴുന്നേറ്റിട്ടുണ്ട്. അവിടെ പോകുന്നതിൽ പലരും ദൈവത്തെ ആരാധിക്കുന്നവരുടെ മക്കളും കൂടെ അതിനകത്തുണ്ടെന്ന് അവൻ കാര്യം അറിയുമ്പോൾ ഇന്ന് ഈ ഓൺലൈനിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊന്ന് കൈമാറ്, ഇതൊന്ന് ഷെയർ ചെയ്യ്, ഇത് ഒരുപാട് പേര് കേൾക്കട്ടെന്ന്. യൗവനക്കാരാ, നിനക്ക് ബോധിച്ചതുപോലെ നീ നടന്നോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ നടന്നോ? പക്ഷെ ഇതൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായം വിധിക്കുന്നൊരു ദിവസം വരും. പോകാൻ നമുക്ക്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എടുക്ക സദൃശവാക്യങ്ങൾ 5-ാം അധ്യായം 9, 10, 11, 12, 13 വായിച്ചോ. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും, നിന്റെ യൗവനശക്തി അന്യന്മാർക്കും, നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്, നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയരുത്. കണ്ടവർ, എല്ലാവർക്കും ഇത് വായിക്കണോ? അവരവരുടെ ബൈബിളിൽ നിന്ന്. ഇത്രയും നല്ല, എന്നാ നല്ല സൗണ്ട് സിസ്റ്റം, എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സഹോദരി വായിക്കുന്നത്. എന്നിട്ടും ചില പറയാം, എൻ്റെ ബൈബിളിൽ നിന്ന് വായിച്ചാലേ എനിക്ക് തൃപ്തിയാകും. തലവൊക്കെ പേടിക്കുക, ബൈബിൾ അടച്ചു വെക്ക്. ആ സിസ്റ്റർ വായിക്കട്ടെ. എഴുതിയെടുക്കേണ്ടവർ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തു, അത് അത്യാവശ്യമാണ്. കോപ്പി റൈറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഒന്ന് തല ഉയർത്തി പിടിച്ചോ. ആമേൻ, ആമേൻ. നിന്റെ സമ്പത്ത്, കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയരുത്. ഒരു പരിചയം പോലും ഇല്ലാത്തവൻ, ആകെ കൂടിയുള്ള പരിചയം മൊബൈലിലുള്ള പരിചയമാണ്. അപ്പൊ മൊബൈലിൽ ഇരുന്നോണ്ട് പറയാണ്, എൻ്റെ പേര് ദീപ്തി. ആമേൻ. അപ്പൊ ഇവൻ ചോദിക്കുകയാണ്, മൊബൈലിൽ പൈസ ഉണ്ടോ? അവൾ പറയാണ്, ഇപ്പൊ തീരും, ചാർജ് ചെയ്ത് തരട്ടെ. നീ ആരാടാ? കണ്ടവർക്കെല്ലാം ചാർജ് ചെയ്ത് കൊടുക്കാനായിട്ട് നീ ആര്? രാത്രി 10 മണി കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് വരുന്ന ഫോൺ നീ സൂക്ഷിച്ചോണം. കാരണം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് നിന്നെ ആയിരിക്കും വിളിച്ചത്. പോലീസ് പരിശോധിക്കുന്ന അവൾ അവസാനം വിളിച്ചത് ആരെയാണ്? ഓഫീസർ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞ വാക്യമാണ് ഞാൻ പറയാം. കണ്ടവർ, നേരിട്ട് പോലും കണ്ടിട്ടില്ല. കൽപ്പറ്റക്കാരി 16 വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന SLC പഠിക്കുന്ന കൊച്ച് തിരുവനന്തപുരത്തുള്ള ഒരാളെ സ്നേഹിച്ചു. അവസാനം തീരുമാനിച്ചു നേരിട്ട് കാണാമെന്ന്. തമ്പാനൂർ വന്നപ്പോഴാണ് പറയുന്നത് അവൻ 56 വയസ്സുണ്ടെന്ന്. നടന്ന സംഭവം മനോരമയിലുണ്ടായിരുന്നു. അവള് സ്നേഹിച്ച കാമുകനെ തിരുവനന്തപുരം വെച്ച് കണ്ടപ്പോൾ അലറിക്കരഞ്ഞു പോയി. സന്തോഷം കൊണ്ടല്ല. പിന്നെ പോലീസ് ഇടപെട്ട് മാതാപിതാക്കളെ വരുത്തി തിരിച്ചു വിട്ടു. ഫേക്ക് ചെയ്ത ഫോട്ടോകളൊക്കെ ഇട്ടുകൊടുത്തിട്ട് ആമേൻ ചാറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അബദ്ധങ്ങൾ അത് ജീവിതത്തെ തകർത്ത് കളയും. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. അത് വായിക്കാം. നിന്റെ പ്രയത്നഫലം, നീ ജോലി ചെയ്യുന്ന പൈസ വല്ലവന്റെയും വീട്ടിലായി പോകരുത്. ചിന്ന വീട്ടിക്ക് പോകൂടാതെ. തമിഴിലാണ് ഇത് പ്രസംഗിക്കാൻ നല്ല ബെസ്റ്റ് ലാംഗ്വേജ്. ചിന്ന വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ താഴത്തെ വീട്.
നിന്റെ പ്രയത്നഫലം കണ്ടവന്റെ വീട്ടിൽ പോകരുത്. അടുത്ത വാക്യം. നിന്റെ മാംസവും ദേഹവും നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അയ്യോ അയ്യോ ഞാൻ പ്രബോധനം വെറുത്തു, എന്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. അടുത്ത വാക്യം. എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് എന്റെ പാസ്റ്റർ പറഞ്ഞ ഞാൻ കേട്ടില്ല, ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയിൽ ഉപവാസ പ്രാർത്ഥന 21 ദിവസം വെച്ച് നല്ല ദേവദാസന്മാര് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് എനിക്കെന്നാ എന്ന് ഞാൻ ചോദിച്ചത് ശരിയാണ്. വായിച്ചോ. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും, ഇനി ഒരു ദോഷത്തിലും വീഴാനില്ല. ഏകദേശം സഭയുടെ മുമ്പിലും സംഘത്തിന്റെ മുമ്പിലും സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ. അതേ സ്തോത്രം. ഒരു വല്ലാത്ത തലമുറ. ഹല്ലേലൂയ. പോകാം, വായിക്കാൻ ഒത്തിരി ഉണ്ട്. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 11 വായിക്ക. സദൃശവാക്യങ്ങൾ 30-11. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. 20 വയസ്സുള്ള മോൻ, കോളേജിൽ പഠിക്കുന്ന മോൻ അമ്മയോട് പറഞ്ഞെന്ന്, അമ്മേ അപ്പനോടൊരു കാര്യം പറഞ്ഞേക്കണം, എന്റെ വിഷയത്തിൽ ഇടപെടരുതെന്ന്. ആ പ്രശ്നം എന്റെ മുമ്പിലാ വന്നേ. എന്റെ മുമ്പിലിരുന്ന അപ്പൻ പൊട്ടിക്കരഞ്ഞു. എന്റെ മോൻ കൗൺസിലറാണ്, ക്ലിനിക്കൽ കൗൺസിലറാണ്. ഓരോ ദിവസവും അവൻ ഓൺലൈനിൽ തന്നെ വരുന്നത്. രാത്രി 11-12 മണിക്കുമൊക്കെ അവൻ ഓൺലൈനിൽ കൗൺസിലിങ്ങിലാ. വാവിട്ട് കരയുന്ന അമ്മമാർ. അപ്പനെ ശപിക്കുന്നവർ, അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുന്നവർ. അതിനേക്കാൾ ഭയങ്കരമാണ് യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും എന്ത് ചെയ്യുന്നു? പുച്ഛിക്കുന്നു. അപ്പനോട് ചിരിക്കില്ല, അമ്മയോട് ചിരിക്കില്ല, വർത്താനം പറയില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കില്ല. അസമയത്താ വരുന്നേ. അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കാറില്ല. ഇത് പണ്ട് കർത്താവിന് നല്ലപോലെ മനസ്സിലായി. ഒരുപാട് ദേവദാസന്മാരെ പ്രസംഗിച്ചതുകൊണ്ടാണ് കോവിഡ് വന്ന് എല്ലാം അടച്ച് എല്ലാവരും വീട്ടിലിരുത്തിയത്. ആ ഇടയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ആമേൻ. അതിനേക്കാൾ വലുത് വന്നാലേ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടക്കത്തുള്ളൂ. ആമേൻ. ഇതൊരു ചോദ്യമാ. മക്കൾ എവിടെ? സ്കാൻഡിനേവിയൻ കൾച്ചർ, അമേരിക്കൻ കൾച്ചർ, വെസ്റ്റേൺ കൾച്ചർ, അതിനകത്തൊക്കെ യൂറോപ്യൻ കൾച്ചറിനകത്തൊക്കെ ചെറുപ്പക്കാരൊരു ചോദ്യമാണ്, ഹൂ കെയർ? നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആർക്കെന്നാ ഛേദം? അവിടെ അങ്ങനെ സംഭവിക്കുന്നു, ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു. അതിന് എനിക്കെന്താണ്? ഇതാ ചോദ്യം. ഇന്ത്യയുടെ നിയമങ്ങൾ കുറച്ചുകൂടെ നല്ല നിയമങ്ങളാ, അതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത്. പക്ഷെ അമേരിക്കയിൽ, യൂറോപ്പിൽ 18 വയസ്സ് കഴിഞ്ഞാൽ അവൻ ഇഷ്ടം പോലെ ജീവിക്കാം. കോളേജിൽ പഠിക്കുന്ന സായിപ്പിന്റെ കൂടെ സൗദി അറേബ്യയിൽ നിന്ന് മാഞ്ചസ്റ്ററിൽ പോയി താമസിക്കുന്ന ഫാമിലി, 18 വയസ്സുള്ള മോള് കൂടെ പഠിക്കുന്ന സായിപ്പിനെ കൊണ്ട് വീട്ടിൽ വന്നു. അവളുടെ മുറിയിലോട്ട് പോവുക. ഉടനെ സിറ്റൗട്ടിലിരിക്കുന്ന അപ്പം ചോദിച്ചു, മോളെ എന്നാ അപ്പാ? ആരാ മോളെ അത്? മൈ ഫ്രണ്ട്, മൈ കൊളീഗ്, so we are studying together, papa. He told me he earnestly desired to stay with me tonight. അവൻ നിർബന്ധിക്കുക, ഇന്ന് അവൻ ഇവിടെ താമസിക്കണമെന്ന്. ആ സിറ്റൗട്ടിലിരിക്കുന്ന ആളുടെ പേരെന്നാ? അപ്പൻ. അടുക്കളയിൽ നിന്ന് അമ്മ ഇറങ്ങി വന്ന്, എന്നെ അന്നേ ഉടനെ പുള്ളിയുടെ മറുപടി, ഒന്നുമില്ലെന്നേ.
ഞാനും വൈഫും ഞാൻ അവിടെ പോയിരുന്നു. ആ വീട്ടിൽ സംഭവിച്ച ബാക്കി കേൾക്കണ്ടേ? അപ്പനും പറഞ്ഞു, ഐ വോണ്ട് അലൗ, he cannot stay with your room. If he plans to stay here, I will arrange some other places for him, accommodation for him. അവനെ താമസിക്കണമെന്ന് താല്പര്യമുണ്ടോ? ഞാൻ അറേഞ്ച് ചെയ്യാം, അതിനുള്ള ക്രമീകരണം ചെയ്യാം. ബട്ട് ഐ വോണ്ട് അലൗ ടു സ്റ്റേ വിത്ത് യു. നിന്റെ കൂടെ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഉടനെ മകളുടെ മറുപടി, ഐ ആം 18 years old. Why you are saying like that? I can live myself. Don't interfere my life. അവൾ പറയുന്നു, എൻ്റെ കാര്യത്തിൽ ഇനി നീ. എൻ്റെ പേരെന്താ? അപ്പൻ. എന്തായാലും ഒരു സന്തോഷം, ആ കൾച്ചർ ഇവിടെ ഇല്ലാത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലേ എല്ലാ വീട്ടിലും സായിപ്പ്മാര് കണ്ടതിനെ പരിസരം പ്രശ്നമായി ബാക്കി കേൾക്കണ്ടേ? അതുകൊണ്ടാണ് ഞാനവിടെ പോകേണ്ടത്. പോലീസിനെ വിളിച്ചവൾ, അവൾ പോലീസിനെ വിളിച്ചു. പോലീസ് ആരുടെ കൂടാന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയണം. അവിടുത്തെ പോലീസ് അവളുടെ കൂടാ. അവർക്കൊന്ന് മാത്രം അറിഞ്ഞാൽ മതി, അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം അറിഞ്ഞാൽ മതി. അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞെങ്കിൽ അവൾക്ക് ആരുടെ കൂടെ താമസിക്കാം. അതാ കൾച്ചർ. അവസാനം നിങ്ങളെ അപ്പനെ മനസ്സിലൊന്നോർത്തേ, നിങ്ങളെ അമ്മയൊന്നോർത്തേ. നമുക്ക് മക്കളുണ്ടല്ലോ, ഞാനൊരു മോളുടെ മോൻ്റെ അപ്പനാ. നിങ്ങളൊന്നോർത്തേ, വാ വിട്ട് കരഞ്ഞു അമ്മ. അവൾ ആ വീട്ടിൽ നിന്ന് പോയി. അമ്മേൻ. പിന്നീട് സംഭവിച്ചത് വലിയ കാര്യങ്ങളാണ്. പോട്ടെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ആമേൻ. സോഷ്യൽ സെക്യൂരിറ്റി ഭാഗം എന്നൊരു ഭാഗമുണ്ട്. അവരെ ഒന്ന് കൊണ്ടുപോവരെ. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാം, അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. അതാണ് ലോകം. എന്നാൽ നേരുള്ളവരുടെ തലമുറ, അവൻ അവന്റെ സന്തതി. ആരുടെ സന്തതി? യഹോവയെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അവന്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്നവന്റെ തലമുറ. അപ്പനെ അമ്മയെ പുച്ഛിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു, അമ്മയെ അപ്പനെ പരിഹസിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു. മാതാപിതാക്കളുടെ ഭവനത്തിലെ നിയമങ്ങൾ താല്പര്യമില്ലാത്തവർ വർദ്ധിച്ചിരിക്കുന്നു. കുടുംബത്തിനകത്തെ നിയമങ്ങൾ എനിക്ക് വേണ്ടെന്ന്. Amen. Shall we go the solution? നമുക്കതിൻ്റെ സൊല്യൂഷൻ വിഷയത്തിലേക്ക് പോകാം. എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമുണ്ട്, എൻ്റെ മനസ്സിൽ ചോദ്യമുണ്ട്. ഓൺലൈനിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ ചോദ്യമുണ്ട്. പാസ്റ്റർ, യു ആർ കറക്റ്റ്, വി ആർ ലിസണിങ് യുവർ പ്രീച്ചിങ്. അങ്ങയുടെ പ്രസംഗം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ബട്ട് വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇതിനെന്താണ് പരിഹാരം? പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. എന്താണ് പരിഹാരം? അവിടേക്ക് വരാൻ പോവാ. വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. സൊല്യൂഷൻ നമ്പർ 1. തലമുറയെ ദൈവത്തിന് വേണ്ടി നേടാൻ എന്തു ചെയ്യണമെന്നുള്ളതിന് ഒരു 4 സൊല്യൂഷൻ, 4-5 സൊല്യൂഷനെങ്കിലും പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം, ഒന്നിലേക്ക് കിടക്കാം. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ, ഒന്നുകൂടെ വായിക്കണം. അവൻ തന്റെ ചിറ്റപ്പന്റെ അവനാരാണ്? അവനാരാണ്? എഴുതിയിട്ടോ, മൊർദെഖായി. ആമേൻ. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായിരുന്നത് കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ആര് വളർത്തി? എവിടെ മൈക്കുള്ള ആൾ? എവിടെ? ആര് വളർത്തി? മൊർദെഖായി. ഇത് പറയാൻ ഇത്രയും ശ്വാസം മുട്ടൽ എന്താന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഒറ്റ അടുത്തത് കുറിച്ചിട്ടോ. ആമേൻ. ഹദസ്സമാർ എന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത, അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, വളർത്താൻ ആരുമില്ലാത്ത, എവിടെ വളരണമെന്നറിയാത്ത ഹദസ്സമാർ. നാളെ എസ്തേറാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ വളരണം. ഉപവസിക്കുന്നവന്റെ വീട്ടിൽ വളരണം. റെട്ടിലിരിക്കുന്നവന്റെ വീട്ടിൽ വളരാമെങ്കിൽ ഹദസ്സ ആരുമായിക്കോട്ടെ, അവൾ നാളെ ഒരു എസ്തേറായി മാറുമോ. അവ ലഗ ജനാധിരാജ
ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരോട് ഞാൻ പറയുന്നു, നീ പോകുന്ന സഭ ഏതാ, നീ എവിടെ ആരാധനയ്ക്ക് പോകുന്നത്, അതുപോലെ ഇരിക്കും നിന്റെ സന്തതി വളരുന്നത്. നിന്റെ മക്കൾ എവിടെ വളരണം, അവരെവിടെ വളർന്നാൽ നന്നായിരിക്കും, അവരെവിടെ വളർന്നാൽ ദൈവത്തിന് പ്രയോജനപ്പെടും, അവരെവിടെ വളർന്നാൽ പ്രാർത്ഥിക്കുന്നവരായി മാറും, അവരെവിടെ വളർന്നാൽ ഉപവസിക്കുന്നവരായി മാറും, അവരെവിടെ വളർന്നാൽ അവരുടെ ഭാവി നന്നാകും എന്ന് തീരുമാനിക്കാൻ നീ അവരെ കൊണ്ടുവിട്ടത് എവിടെയാ, അവരെ കൊണ്ടാക്കിയത് എവിടെയാ? മൊർദെഖായിയുടെ വീട്ടിലാണെങ്കിൽ ആരാധിക്ക. ഞാൻ ഒച്ച വെക്കുമ്പോ മാത്രം ആരാധിക്കുന്ന അല്ല ആരാധന, ദൂത് കേട്ട് ആരാധിക്കുക. ദൂത് കേട്ട് നിന്റെ മക്കൾ എവിടാ വളരുന്നേ? കാഞ്ഞിരംകുളമേ, തിരുവനന്തപുരമേ, കേരളമേ, നിന്റെ സന്തതി എവിടാ വളരുന്നേ? അവർ സൺഡേ സ്കൂളിൽ പോകാറുണ്ടോ? അവർ ദൈവവചനം പഠിക്കാറുണ്ടോ? അവർ പ്രാർത്ഥിക്കുന്നവരുമായി ബന്ധമുണ്ട് അവർക്ക്? അവരെവിടെയാണ്? ഹദസേ എവിടെയാ? ഈ ഇരിക്കുന്ന എല്ലാം ഹദസമാരാ. ഒരു ഹദസ, ഒരു ഹദസ, രണ്ട് കൊച്ചു ഹദസമാര്, ആണ്ടൊരു ഹദസ, 3 ഹദസ, 4 ഹദസ. നാളെ ഇവരെല്ലാം എസ്തേറാകും. എന്താ കെ അബ്രഹാമിന് എത്ര ഉറപ്പ്? അവര് മൊർദെഖായിയുടെ സഭയിലായതുകൊണ്ട്. കൃപയുള്ളവരെന്ന് ആരാധിക്കുക. നിന്റെ മക്കൾ എവിടെ വളരുന്നു, എവിടെ അവർ ആരാധനയ്ക്ക് പോകുന്നു, അവരെവിടെ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നു, അവരെവിടെ ആയിരിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ ഈ ശബ്ദം ലോകത്തിൽ എവിടെല്ലാം കേൾക്കുന്നു. ഷെയർ. നിന്റെ മക്കൾ നന്നാകണമെങ്കിൽ, നിന്റെ മക്കൾക്ക് ഭാവി ഉണ്ടാകണമെങ്കിൽ, നിന്റെ മക്കൾ ദൈവത്തെ അറിയണമെങ്കിൽ, നിന്റെ മക്കൾ നാളെ ഒരു എസ്തേർ എന്ന് പറഞ്ഞാൽ ആര്? ഉന്നതന്മാരായ രാജാക്കന്മാരുടെ രാജകൊട്ടാരത്തിൽ കാല് പതിക്കുന്ന ഉന്നത പദവികളുള്ള സ്ഥലത്ത് എത്തണമെങ്കിൽ അവൾ എവിടെ വളരണം? ആമേൻ, ആമേൻ, ആമേൻ. ആരാ മൊർദെഖായി? കുറിച്ചിട്ടോ, റെട്ടിനകത്തിരിക്കുന്നവനാണ് മൊർദെഖായി. റെട്ടെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിന്റെ ചാക്ക് പോലുള്ള ഒരു സാധനമാണ്. റെട്ടിനകത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്നവൻ. ആമേൻ. സ്വന്തം പൊസിഷൻ മറന്നുപവസിക്കുന്നവൻ. ചിലരൊക്കെ ചില സഭയിൽ ചോദിക്കുന്ന, പാസ്റ്റർ 50,000 രൂപ ശമ്പളം മേടിക്കുന്ന ഞാനൊക്കെ എങ്ങനാ പാസ്റ്റർ ഉപവസിക്കുന്നത്? വേണ്ട, നീ കുടലിന് കേടുവരുമ്പോ തന്നെ ഉപവസിച്ചോളൂ. വേണ്ട, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും നിർബന്ധിച്ച് ആരും ഉപവസിക്കൊന്നും വേണ്ട. ഒടുക്കുന്ന ഈ സഭാപ്രസംഗയിൽ ഒരു വാക്യം സ്ഥിരം പറയുന്ന ദിവസം വരും. ചിക്കനും മട്ടണും പ്രോൺസും എല്ലാം ഫ്രിഡ്ജിലിരിക്കുമ്പം നീ ഫ്രിഡ്ജ് തുറന്നിട്ട് നീ കാണും തിന്നുകേല എന്ന് പറയുന്നൊരു ദിവസം വരും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഷുഗർ ഉള്ളത് കൊണ്ട് ലഡു, ജിലേബി, മരച്ചീനി വേവിച്ചത്, ജ്യൂസ്, നല്ല പേട, മൈസൂർ പാ ഒന്നും തിന്നാൻ പറ്റില്ല. അത് ഫ്രിഡ്ജിലിരുന്ന് പൂത്തുപോകുന്നതല്ലാതെ നിന്റെ ആമാശയത്തിൽ അത് കയറുകയല്ല. നമ്പർ 2, കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടും രക്തത്തിന് കട്ടിയുള്ളത് കൊണ്ടും ചിക്കൻ, മട്ടൻ, റെഡ് മീറ്റായ ബീഫ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുകയല്ല. അത് ഫ്രീസറിലിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ചീനിക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ഉൾപ്പെടെയുള്ള കിഴങ്ങ് വർഗങ്ങളൊന്നും കഴിക്കാൻ പറ്റുകയില്ല. ആഭ്യന്തര കലാപം വീട്ടിലുണ്ടാകും. അതങ്ങനൊരു പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ എന്തോ കഴിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
വാഴയുടെ പിണ്ടിയുടെ അകത്ത് മാണം എന്നൊരു സാധനമുണ്ട്, ലാസ്റ്റ് അത് കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തൊണ്ടേന്നിറങ്ങാൻ കുടിക്കാനോ അതിന് ആമേൻ കാഞ്ഞിരത്തിൻ്റെ ഇല അരച്ചോ അല്ലെങ്കിൽ പാവയ്ക്ക പിഴിഞ്ഞോ എന്നെ കൊല്ല്. നല്ല ആരോഗ്യമുള്ളപ്പോൾ നീ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്ക്, ഉപവസിക്ക്, കർത്താവിൽ സന്തോഷിക്ക്. 30 വയസ്സുള്ള മോളുടെ അപ്പനാ ഞാൻ. ആമേൻ. 15-16 ദിവസമായി ഉപവാസത്തിലാ. നല്ല സ്ട്രോങ്ങാ. ആമേൻ. എന്നോടാരും പറയണ്ട ഉപവസിക്കാൻ വയ്യ എന്നൊന്നും പറയണ്ട. നിനക്ക് ഉപവസിക്കാതിരിക്കാൻ വയ്യ, അതാ പ്രശ്നം. പ്രീശലോ, അതാ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെയൊക്കെ പ്രശ്നം എന്തിനാ പാസ്റ്റർ? ഞങ്ങളൊക്കെ പറയാറുണ്ട് ഈ ഉപവാസമൊക്കെ ഇരുന്നിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. പ്രീശലോ, ഇതൊന്ന് നിർത്തുമ്പോഴാണ് സത്യമല്ലേ, പിന്നെ ആ സന്തോഷം അങ്ങ് പോകുമ്പോഴാണ്. ആമേൻ. ഭക്ഷണം കഴിക്കുന്ന തെറ്റൊന്നുമല്ല. ഇനി മറ്റൊന്നും കൂടെ കേപ്പുറം പറയുന്നു, ലോകം മുഴുവൻ കേൾക്കുക. ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും അല്ല, ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ പറയുന്നു. ഈ ഉപവാസം 21 ദിവസം കഴിയുമ്പോൾ തീരുകയല്ല. 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് നിർത്തിയാൽ പിന്നെ എന്ത് ജീവിതം? ആമേൻ. 21 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ടൊരു ഫുഡൊക്കെ ദേവദാസൻ ഉണ്ടാക്കും. നമ്മൾ ഒന്നിച്ച് ചിലപ്പോൾ ഫ്രൈഡ് റൈസോ ബിരിയാണിയോ ചോറോ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അത് ശരിയാ. പക്ഷെ ഉപവാസം മരണം വരെയാ. ഉപവാസം മരണം വരെയാ. മരണം വരെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാണ് മരണം വരെ കർത്താവിൻ്റെ കൂടെ വസിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാ നമ്മൾ. ആമേൻ. ഇനി വിഷയത്തിലേക്ക് വരാം. റെഡിനകത്തിരിക്കുന്ന മൊർദെഖായിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്ന 24 മണിക്കൂർ ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കി സമയവും പ്രാർത്ഥനയിലും ആത്മാവിലും കർത്താവിനെ സ്തുതിക്കുന്ന മൊർദെഖായിയുടെ വീട്ടിൽ ഹദസ വളർന്നതുകൊണ്ട് അവൻ റെട്ടിനരുത്തിരിക്കുന്നവന്റെ വീട്ടിൽ വളർന്ന എസ്തർ ഇപ്പോൾ പട്ടിനകത്ത് നിൽക്കുക. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ സഭയിലെ തലമുറയോട് ദൈവാത്മാവ് ഒരു ദൂത് പറയാ. റാഫായിൽ നിന്ന് വളർന്നു വരുന്നവർ ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഉന്നതമായ പദവികളിൽ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും അവൻ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുകളിലുള്ള പൊസിഷനുകളിൽ ഗസറ്റഡ് ഓഫീസർമാരായി ഉന്നത ഡിഗ്രികൾ ഉള്ളവരായി അല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാരായും അല്ല എംടെക്കും അതിന് മുകളിലോട്ടുള്ള പഠനങ്ങളിൽ പാസ്സായ എഞ്ചിനീയർമാർ, ആർക്കിടെക്ടുമാർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉന്നതമായ പദവികളുള്ളവർ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റുകൾ ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. അവൻ നേരുള്ളവരുടെ തലമുറ കർത്താവിനെ ആരാധിക്കുന്നവരുടെ തലമുറ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ വരട്ടെ. റാഫായിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മക്കൾ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ആമേൻ. രാജാവിന്റെ പട്ടമഹിഷിയായി ഇപ്പോൾ എസ്തർ രാജ്ഞിയാണ്. എന്താ ഉടുത്തേക്കുന്നേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? രാജ്ഞിമാരെ കണ്ടില്ലേ? എന്താ ഉടുത്തേക്കുന്നേ? പട്ട്. എന്തുവാ? പട്ട്. ധൂമ്രവസ്ത്രം എന്നൊക്കെ ബൈബിളിൽ പറയും. സിൽക്ക് ഡ്രസ്സാണ്. ആർക്ക്? എസ്തറിന്. പക്ഷെ വളർത്തിയവൻ ഇപ്പോഴും ഏതിലായിരിക്കുന്നേ? റെട്ടില. റെട്ടിനകത്തിരിക്കുന്നവൻ എപ്പോഴും റെട്ടിനകത്തിരുന്നാൽ അവിടെ വളർന്നൊരു മുഴുവൻ പട്ടിനകത്ത് ഉന്നത പദവികളിൽ വരും.
ഓ രഹസ്യമ. എത്ര പേർക്ക് ആ ദൂതിന്റെ അർത്ഥം മനസ്സിലായി? എത്ര പേർക്ക് ആ ദൂതിന്റെ അർത്ഥം മനസ്സിലായി? ഈ സഭയ്ക്കകത്ത് വളരുന്ന ആൺകുഞ്ഞുങ്ങൾ, ഈ സഭയ്ക്കകത്ത് വളർന്നു വരുന്ന തലമുറകൾ നാളെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഉന്നതമായ പദവികളിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ അവരെ. കാരണം പ്രാർത്ഥിക്കുന്ന സഭയ്ക്കകത്ത് വളരുന്നവൻ ഒരിക്കലും അവൻ പാഴായി പോകില്ല. അവന്റെ ജീവിതം പാഴാകില്ല. അവൻ വളരുന്നത് സഭയ്ക്കകത്ത്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ മൊർദെഖായി എസ്തേറിന് ഒരു എഴുത്ത് കൊടുത്തു വിടുന്നുണ്ട്. എസ്തേറേ, നീ ഇന്ന് പട്ടിനകത്താ. അങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ല, അതെൻ്റെ പ്രസംഗ ഭാഷയാണ്. നീ ഇന്ന് പട്ടിനകത്താ, ഞാൻ ഇന്നും വീട്ടിനകത്താ. പക്ഷേ കത്ത് വായിക്കണം. നീ ഇന്ന് മിണ്ടാതിരുന്നാൽ, നീ ഇന്ന് മിണ്ടാതിരുന്നാൽ ഇതോട് യഹൂദ നശിച്ചു പോകുമെന്നാണ് അവൾ എഴുതിയത്. അല്ല, യഹൂദന് മറ്റൊരു സ്ഥലത്ത് നിന്ന് വിടുതലുണ്ടാകും. പക്ഷേ എൻ്റെ വീട്ടിൽ വളർന്ന നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ആരാധിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ഉപവസിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എനിക്ക് ഭയങ്കര ദൂതം ഇഷ്ടപ്പെട്ടു. ആമേൻ. ആ അടിയിലത്തെ സെന്റൻസ് കണ്ടോ? ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ കൊച്ചേ നിന്നെ റാഫായിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി വളർത്തിയത് പുട്ടടിക്കാനല്ല, ആവശ്യം വരുമ്പോ മുട്ടയിലിരിക്കാനാ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്ക്. പ്രശ്നം വരുമ്പോ മുട്ടയിലിരിക്കാനാ നിന്നെ പ്രാർത്ഥന പഠിപ്പിച്ച്. ഇവിടെ 21 7 എന്തിനാ ഉപവാസം വെച്ച്? എന്തിനാ ദൈവദാസന്മാരെ കൊണ്ടുവന്ന്? എന്തിനാ പ്രസംഗിപ്പിച്ച്? എന്തിനാ നിന്നോട് ദൂത് പറഞ്ഞ്? ഒരു സ്ഥാനത്ത് നീ വരുമ്പോൾ ആ സ്ഥാനത്തിരുന്ന് സന്തോഷിക്കാനല്ല, ആവശ്യം വരുമ്പം നീ ഇറങ്ങിയിരിക്കണം. ഒരു ദൂതി ഞാൻ പറയാം, അത്രയും പറഞ്ഞ് അവിടെ വന്ന് വിടാൻ ഞാൻ. എന്നാന്നറിയോ? റെട്ടിനകത്തിരിക്കുന്ന മൊർദെഖായിയും പട്ടിനകത്തിരിക്കുന്ന എസ്തേറും കൂടെ ഒറ്റ പായലിരുന്നപ്പോൾ അന്ന് രാജ്യം ഭരിക്കുന്നവൻ രാത്രി ഉറക്കം വന്നില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയാ. അവൻ റെട്ടിനകത്തിരിക്കുന്ന മൊർദെഖായിയും പട്ടിനകത്തിരിക്കുന്ന എസ്തേറും കൂടെ എന്ന് പറഞ്ഞാൽ സഭ ഒന്നിച്ച് ഉപവസിച്ചാലോ, സഭ ഒന്നിച്ച് ആരാധിച്ചാൽ, സഭ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇറങ്ങിയിരുന്നാൽ, ആ പായലോട്ടൊന്ന് ഇറങ്ങിയിരുന്നാൽ, ഏത് പദവിയിൽ ഇരിക്കുന്നവരോട് പറയുന്നു, ഒന്ന് ഇറങ്ങി പായലോട്ട് ഇരുന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ഇടപെടുകയാ. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തൊടുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. ദൈവസന്നിധി ഇരുന്നാൽ, നിന്റെ തലമുറ ഇരുന്നാൽ, അവർ പ്രാർത്ഥിച്ചാൽ ദേശത്ത് ചില സംഭവങ്ങൾ നടക്കും. ചില ദൈവ പ്രവൃത്തികൾ ദേശത്ത് വെളിപ്പെടും. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. യഹൂദന് പ്രശ്നമുണ്ട്, ഇസ്രായേലിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ എല്ലാവർക്കും അതിന്റെ വേദനയില്ല. റാഫ ചർച്ചിന്റെ പാസ്റ്റർ സുനിൽ പാസ്റ്റർക്ക് ഉണ്ടാകുന്ന വേദന കാഞ്ഞിരംകുളത്തെ എല്ലാ യഹൂദനും ഉണ്ടാകണമെന്നില്ല. ആമേൻ. പക്ഷെ മൊർദെഖായിക്ക് ഒരു ഉറപ്പുണ്ട്. ഞാൻ വളർത്തിയ കൊച്ചാ, എൻ്റെ ആരാധന വളർന്ന കൊച്ചാ, ഞാൻ പറഞ്ഞാൽ അവൾ ഇറങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞാൽ അവൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമോ? ഞാനൊരു ദൂത് പറയട്ടെ മക്കളെ, കൈകൂപ്പി പറയാം. മക്കളെ, കുഞ്ഞുങ്ങളോടെല്ലാം ഒരു 25 years ബിലോ, ഒരു 25 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും, എൻ്റെ പേര് കെ എബ്രഹാം, നിങ്ങളുടെ പപ്പയാ ഞാൻ ദൂത് പറയട്ടെ. അഭിഷക്തന്മാരെ അനുസരിച്ചാൽ, അഭിഷക്തന്മാരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നടത്തുന്ന അഭിഷക്തന്മാരെ അനുസരിച്ചാൽ നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും.
നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നിനക്ക് വേണ്ടി നിന്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ചങ്ക് കീറി പ്രാർത്ഥിക്കുന്നവരാണ് അഭിഷക്തന്മാർ. ചങ്ക് കീറി പ്രാർത്ഥിക്കുന്നവരാ. അവരുടെ വാക്ക് നീ നിരസിക്കരുത്. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ 39 കൊല്ലമായിട്ട് ബൈബിൾ ചുമക്കുന്ന ഞാൻ പറയും, ഈ ആരോഗ്യം സ്വോത്ര കാഴ്ചയും ഈ കൃപ ദൈവത്തിൻ്റെ കൃപയും എൻ്റെ നിലനിൽപ്പ് എന്നെ സ്നേഹിക്കുന്ന കുറേ ദൈവദാസന്മാർ സ്നേഹവും. ഇല്ലെങ്കിൽ കയബ്ര ഇല്ല, ഇല്ലേ കയബ്ര ഒരു പൂച്ച. ഒരു വേദന വന്നാൽ, ചങ്ക് പൊട്ടുന്നൊരു സങ്കടം വന്നാൽ വിളിക്കും. ഞാൻ PG അങ്കിളിനെ വിളിക്കും. അങ്കിൾ പറയും എൻ്റെ അടുത്തോട്ട് നീങ്ങിയിരിക്കെ, ചേർത്ത് പിടിക്കും. വേറെ ഒത്തിരി ദേവദാസന്മാരുണ്ട്, എല്ലാ പേരുകളും പറയുന്നില്ല. ഒത്തിരി നല്ല പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. അഭിഷക്തന്മാർ, വിശ്വസ്തന്മാർ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ചിലപ്പോൾ കരഞ്ഞു പോകും. അപ്പം അവർ പറയും ഫോണിലൂടെ, ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയാൽ, കരയണ്ട, നിന്റെ കൂടെ കർത്താവുണ്ട്, ഞങ്ങളുണ്ട്. അഭിഷക്തന്മാരെ നീ അനുസരിച്ചാൽ, അവരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുത്താൽ, അത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താ. എത്ര പേർക്ക് അദ്ഭുതത്തിന് രാമൻ പറയാൻ സന്തോഷമുള്ളവരുണ്ട്? കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ സന്തോഷമുള്ള എത്രയുണ്ട്? കർത്താവിനെ നന്ദിയോട് സ്തുതിച്ചാട്ട്, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട്. തലമുറ നേരുള്ളവരാകണമെങ്കിൽ, തലമുറ ദൈവത്തെ അറിയണമെങ്കിൽ, തലമുറ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി വളരണമെങ്കിൽ എന്തു ചെയ്യണം? നമ്പർ 1, പ്രാർത്ഥിക്കുന്നിടത്ത് വളരണം. പ്രാർത്ഥിക്കുന്ന സഭയിൽ പോകണം. പ്രാർത്ഥിക്കുന്ന ദൈവദാസനുമായി നിരന്തരമായ ബന്ധമുണ്ടായിരിക്കണം. മൊർദെഖായിയുടെ വീട്ടിൽ വളർന്ന ഹദസ്സ, അവൾ നാളെ എസ്തേറായി മാറി. സന്തോഷമുള്ള എത്ര പേരുണ്ട്? കരുതാൻ സൂചിച്ചാട്ടെ. പോകാൻ നമുക്ക്. നമ്പർ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1, 2, 3 വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. ഒന്ന് നിർത്തിക്കേ. ആ സെന്റൻസ് ഒന്നും കൂടെ വായിച്ചത് മാത്രം. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ എന്റെ ചോദ്യം, എന്റെ ഭർത്താവിനാണോ വില, നിന്റെ ദാസനാണോ വില? കേട്ടില്ല എല്ലാരും? ഒന്നുകൂടെ വായിച്ചേ. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്നാ രസവാക്ക്. എന്റെ ഭർത്താവാണ്, ശരിയാണ്, പക്ഷെ അതിന് 2ാം സ്ഥാനമേ ഉള്ളൂ. ആ 1ാം സ്ഥാനം ആർക്കാ? നിന്റെ ദാസൻ. വാക്ക് ഭയങ്കര. എനിക്കിങ്ങനെ ബൈബിളിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ചില വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് പ്രിക്ക് ചെയ്യും. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് വൈഫിനെ കൊണ്ട് വിളിക്കും, എടീ, ഞാൻ ദൈവത്തിൻ്റെ ദാസനായിട്ടിരിക്കുന്നതിനാണോ ഒത്തിരി നിനക്കിഷ്ടം, അതോ നിന്റെ ഭർത്താവായിട്ടിരിക്കുന്നതിനാണോ ഇഷ്ടം? അപ്പോൾ അവൾ ചോദിക്കും, എന്താ പ്ലാൻ? അവൻ ഭയങ്കര ഹ്യൂമറാണ്, എൻ്റെ വൈഫ് ഭയങ്കര ഹ്യൂമർ. അവൾ ചോദിക്കും, എന്താ പ്ലാൻ? എന്താ? എടീ, രണ്ടും ഉണ്ട്, എന്നാലും 1ാം സ്ഥാനം. അവൾ പറയും, ഞാൻ പറയാതെ, ഞാൻ ഈ വാക്യം വായിച്ചൊന്നും അറിയത്തില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനല്ലെങ്കിൽ ആർക്ക് വേണം? ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നതിൻ്റെ വില ഭയങ്കര, അതിൻ്റെ ബഹുമാനം ഭയങ്കര.
ഒരു ഭാര്യ പറയുന്നതിൽ ഏറ്റവും വലിയൊരു വാക്കെന്ന് പറയും, എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഓ, ആ വാക്കൊന്ന് പറഞ്ഞേ, എന്നാ വാക്കാത്. എൻ്റെ ഭർത്താവ് പ്രസംഗകനാന്നും പറയണ്ട, എൻ്റെ ഭർത്താവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാ. ഓ, അതിനേക്കാൾ വിലയുള്ളൊരു വാക്കില്ല. ഞാൻ ഇങ്ങേ സൈഡിൽ അത് പറയുന്നില്ല, നമ്മളൊക്കെ അതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന, ഈ സൈഡിൽ ഇരിക്കുന്ന ഭർത്താക്കന്മാരുടെ കൂടെ ഞാനും കൂടെ കയറുന്നെന്ന് പറയാണ്, നമ്മുടെ ഭാര്യമാരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീർ, അവരുടെ ഉപവാസം, അതിൻ്റെ വില ഒരു ഭയങ്കരമാണ്. അതിൻ്റെ ആ സന്തോഷം ഒരു ഭയങ്കരമാണ്. ഒരു പക്ഷെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ ഇച്ചിരി മിസ്സായാലും ഉണ്ടാകാമല്ലോ, അല്ലേ? ഉണ്ടാകാമല്ലോ. ഒന്ന് മിസ്സായാലും നമ്മളൊന്നൊരു പക്ഷേ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷേ നമുക്ക് കൂടാൻ എത്താൻ പറ്റിയില്ലെങ്കിലും കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ലജ അവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഒരു ഭയങ്കര കവറേജാണ്, ഒരു കവറേജാണ്. നമുക്കതൊരു കവറേജാണ്. നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്താണ് നിൽക്കുന്നത്. ആമേൻ. ഞാൻ ഈ സൈഡിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കൃപയുള്ള എല്ലാ സഹോദരിമാർക്കും ആമേൻ ഞാനൊരു അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങളിവിടെ നിൽക്കുന്നവരെല്ലാം കൂടി ഒരുമിച്ച് പറയാണ്, ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഭാര്യമാർ, ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന വീട്ടമ്മമാരായ, ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരായ നിങ്ങൾ നിമിത്തം വീടിനൊരു അനുഗ്രഹമുണ്ട്, തലമുറയ്ക്കൊരു നന്മയുണ്ട്. ആമേൻ. ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ എത്തി. അഭിഷേക്തൻ എന്നെ കൊണ്ട് ജസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യുന്ന മുറിയിൽ പോയി എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചു. ഒരു 2-3 മിനിറ്റ്സ്, ഒരു 5 മിനിറ്റ്സ് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഈ അഭിഷേക്തൻ എന്നോടൊരു കാര്യം പറഞ്ഞു, എന്നെ വളരെ സ്പർശിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ഇരിക്കുന്ന ദൈവമനുഷ്യന് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദുബായ്, കുവൈറ്റ്, പല രാജ്യങ്ങളിൽ നിന്ന് തനിക്ക് പ്രസംഗിക്കാൻ ചെല്ലാൻ ഓഫർ വന്നു. തൻ്റെ സഭയെ ഇട്ടിട്ട് പോകാൻ മടിയായതുകൊണ്ട്, ഞാനില്ലെങ്കിൽ ഒരു ഞായറാഴ്ച എൻ്റെ ചർച്ച് എന്നുള്ള ഒറ്റ ആ വിഷയത്തിൻ്റെ പേരിൽ എല്ലാ വിദേശ യാത്രകളും വേണ്ടെന്ന് വെച്ചിട്ട് എന്നെ ഒത്തിരി സ്പർശിച്ച. ഞാൻ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം പറയാം, എനിക്ക് സഭ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ഞാൻ എവിടെങ്കിലും പോകുമെന്ന് ദൈവത്തിന് മാത്രം അറിയുന്നു. ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്, ഒരു ഭയങ്കര സമർപ്പണമാണത്. ആ അഭിഷേക്തൻ ഒരു ഈസി ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, പക്ഷെ അത് എന്നെ ഭയങ്കരമായിട്ട് പ്രിക്ക് ചെയ്തു എൻ്റെ ഹൃദയത്തെ. റാഫയെ അഭിഷേക്തൻ സ്നേഹിക്കുന്ന തൻ്റെ സ്നേഹം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇതിനേക്കാൾ നല്ലൊരു കയ്യടിയും ഇതിനേക്കാൾ നല്ലൊരു സ്തോത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അതിനാണ് ഞാൻ ഇത്രയും. അതുകൊണ്ട് ഞാൻ സഭയോട് പറയുന്നു, നിങ്ങൾ ഈ ദേവദാസനെ വിദേശത്ത് വിടണം. ഒരു ഞായറാഴ്ച മിസ്സായാൽ തിരിച്ചു വരുമ്പോൾ നിങ്ങളിവിടെ കാണണം. ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരാരെങ്കിലും, ഞാൻ പാസ്റ്റർക്ക് വാക്ക് തരുന്നു, ഓഫർ തരുന്നു, ദൈവദാസന് 2 ആഴ്ച എവിടെയെങ്കിലും പോയിട്ട് വരാമെങ്കിൽ ആ ഞായറാഴ്ച ഞാൻ വന്ന് സഭായോഗം നടത്തും. ഒറ്റ ആത്മാക്കളെ ഇവിടുന്ന് വന്നാൽ, നിർബന്ധിച്ച് വന്നാലും എൻ്റെ പഞ്ചായത്തെ ഞാൻ കയറ്റുകയില്ല. ആമേൻ, സ്തോത്രം. എന്നെ വിശ്വസിക്കാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ആമേൻ, ഒറ്റയ്ക്ക് മാത്രമല്ല, കർത്താവിൻ്റെ ദാസിയും കൂടെയും ആമേൻ മക്കളും ഒക്കെ. ഈ വിദേശ രാജ്യത്തെ സഭകൾ സിപാശ കേട്ടുണ്ടാവും. ഈ വിദേശ രാജ്യത്തെ ഞാൻ UK, അമേരിക്ക, കാനഡ, ചൈന, ആമേൻ, ഇന്തോനേഷ്യ, സിംഗപ്പൂര്, മലേഷ്യ, ഇങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ പോകുന്ന ആളാണ്, പോയിട്ടുള്ള ആളാണ്. ഈ അവിടേക്കുള്ള വലിയ ചർച്ചകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം സഭാവിശ്വാസികളെല്ലാം കൂടി ചേർന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു 4 ദിവസത്തെ ഹോട്ടലെടുത്ത് വിമാനത്തിൻ്റെ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെടുത്ത് കുടുംബമായിട്ട്
പാസ്റ്ററെ അവരയച്ചിരിക്കും. ആമേൻ. അവരുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ അങ്ങനെ നിങ്ങൾക്ക് ഏത് സഭയെക്കുറിച്ചാണ് വേണം, ഞാൻ എൻ്റെ ഏത് ലിങ്ക് വേണമെങ്കിലും ഇട്ട് തരാം. ആമേൻ. അങ്ങനെയാണ് വിദേശത്തെ ലോകരാജ്യങ്ങളിലുള്ള സഭകൾ. ഹല്ലേലൂയ, സ്തോത്രം. പാസ്റ്ററെ റാഫ ചർച്ചിനും അങ്ങനെ ആഗ്രഹമുണ്ട്. പാസ്റ്റർ കുടുംബമായിട്ട് ഏത് പാസ്റ്റർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഒരാഴ്ച അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോകണമെങ്കിൽ അങ്ങനെ, പാസ്റ്റർ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ. കമ്മിങ് ഡേയ്സ് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. വരുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്. അടുത്ത വാക്യം, ബാക്കി വായിച്ചോ. നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. എല്ലാം ഒന്നും പറയാൻ സമയം എടുക്കുന്നില്ല. യഹോവ ഭക്തനായ ഒരു പ്രവാചകന്റെ ഭാര്യ ഭർത്താവിന്റെ മരണശേഷം ആരാകാൻ പാടില്ല? കടക്കാരിയാകാൻ പാടില്ല. എന്തോ സംതിങ് റോങ്, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ചരിത്രം പഠിക്കാൻ ശ്രമിച്ചു. ഇതെന്നാ ഈ വിഷയമെന്ന് അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ 100% കറക്റ്റ് അല്ല. ഇത് ഓൺലൈനിലൊക്കെ എല്ലാവരും കേൾക്കുന്നതുകൊണ്ട് കുറച്ച് കോൺട്രവേഴ്സിയാണ്. ആമേൻ. അതുകൊണ്ട് ഇത് അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണെന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എനിക്ക് വായന ഇഷ്ടമായതുകൊണ്ട് ഞാനത് പഠിക്കാൻ ശ്രമിച്ചു. പല കമൻട്രികൾ കാൽബാത്തിൻ്റെ, തീസൻ്റെയും, ജെറോമിൻ്റെയും, മാത്യു ഹെൻറിയുടെ കമൻട്രീസൊക്കെ എന്തെങ്കിലുമുണ്ട്. ഈ വേദഭാഗം എടുത്തിട്ട് അതിനെക്കുറിച്ച് ഓരോ ലോകത്തിലെ ഒത്തിരി തിയോളജിയൻസ്, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ സീദോന്യ രാജാവായ യത്മാലിൻ്റെ മകൾ 850 കള്ളപ്രവാചകന്മാർക്ക് കഞ്ഞിവെച്ച ഇസബേലും അവളുടെ വൃത്തികെട്ട കെട്ടിയവനായ ആഹാബും ഇസ്രായേലിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കി രാജ്യം വല്ലാത്ത ഒരു വിഷമത്തിൽ പോയപ്പോൾ ആമേൻ തിപ്ശക്കാരനായ അവൻ ചങ്കുറപ്പുള്ള കർത്താവിനെ സേവിക്കുന്ന ഏലിയാവെന്ന പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നൊരു രംഗമുണ്ട്. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിനകത്ത് അവിടെ ആ ശക്തമായ ദൂത് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഈ ദൂത് പറഞ്ഞ് ഇസബേലിൻ്റെ പോലീസുകാർ ഏലിയാവിനെ മാത്രമല്ല യഹോവയെ ആരാധിക്കുന്ന പ്രവാചകന്മാരെ കൊന്നുകളയാൻ പോലീസിന് ഉത്തരവ് കൊടുക്കുമ്പോൾ കുറേ പ്രവാചകന്മാർ ആഹാബിൻ്റെ കയ്യിൽ നിന്ന് ഇൻക്രിമെൻ്റ് മേടിച്ചുകൊണ്ട് ആമേൻ ഏലിയാവിനെ വിട്ട് വേറൊരു ഭാഗത്തു കൂടി സഞ്ചരിച്ചു. ആമേൻ. അതിലൊരു പ്രവാചകന്റെ ഭാര്യയാണ് ഈ ഭാര്യ. അയാൾ ഭക്തനായിരുന്നു, പ്രവാചകനായിരുന്നു, ശരിയാ. പക്ഷേ പോലീസുകാർ കൊല്ലുമെന്നും പ്രവാചകന്മാരെ തൊപ്പി പോലീസുകാർ നടക്കുന്നെന്നുമൊക്കെ ഇസബേൽ എതിരാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ പേടിച്ചു പോയ ഒരു പ്രവാചകന്റെ ഭാര്യ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം 100% ശരിയാണെന്ന് ബൈബിളിൽ എവിടെ എഴുതിയിട്ടില്ല. ഇതൊരു ചരിത്ര ഭാഗമാണ്. അങ്ങനെയാണ് അദ്ദേഹം കടക്കാരനായത് എന്ന് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വരുന്ന ഭാഗം എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഏലീശ പ്രവാചകൻ അവളോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, അല്പമെണ്ണ. പറഞ്ഞു, നിന്റെ മക്കളോട് പറ പാത്രങ്ങൾ മേടിച്ചുകൊണ്ട് വരാൻ പറ. തലമുറ പാത്രങ്ങൾ മേടിക്കാൻ ഇറങ്ങുക. പാത്രങ്ങൾ കൊണ്ടുവന്നപ്പോൾ അമ്മ അതിനകത്ത് എണ്ണ പകർന്നു. ചെറിയ പാത്രത്തിൽ നിന്ന് 2 തുള്ളി 3 തുള്ളി 4 തുള്ളി 10 തുള്ളി എണ്ണ ഒരു വലിയ പാത്രത്തിൽ പകർന്നപ്പോൾ ആ പാത്രം നിറയാൻ തുടങ്ങി. ഒരു ദൂത് ഞാൻ പറയാം. ഈ ശുശ്രൂഷ അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ മക്കളെ കളത്തിലിറക്കിയിരുന്നെങ്കിൽ ഇന്ന് കടക്കാരൻ ആ വീടിന്റെ വാതുക്കൽ വന്ന് നിൽക്കത്തില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന ദൂത്, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാത്ത അപ്പൻ, മക്കളെ ആരാധന പഠിപ്പിക്കാത്ത അമ്മ, മക്കളെ സൺഡേ സ്കൂളിന് വിടാത്ത അമ്മ, അവൻ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ ദൈവവചനം പഠിപ്പിക്കാത്തവർ നാളെയുടെ നീളകളിൽ അവർ കടക്കാരായി, കടക്കാരൻ നിന്റെ വീടിന്റെ വാതിക്കൽ വന്ന് മക്കളെ അവകാശം പറയുന്ന ഒരു ദിവസം വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഇത് നീ അറിഞ്ഞുകൊണ്ട് വേണം നിന്റെ ജീവിത യാത്ര മുൻപോട്ട് പോകാൻ. അപ്പൻ, പാസ്റ്ററായ അപ്പൻ മരിച്ചു കഴിഞ്ഞല്ല മകൻ പാസ്റ്ററാകേണ്ടത്.
കൃപയുള്ളവരെന്റെ കൂടെ വാ. ആമേൻ. ശുശ്രൂഷിക്കുന്ന അപ്പൻ മരിച്ചു കഴിഞ്ഞല്ല മകൻ ഇറങ്ങേണ്ടത്, അപ്പന്റെ കൂടെ. ഇന്നിവിടെ പ്രസംഗം ഞാൻ പറയുമെന്നൊന്നും വിചാരിച്ച് വന്നതല്ല ഇവര് രണ്ടുപേരും. അപ്പൻ പാടുമ്പോൾ മകൻ കീബോർഡ് വായിക്കട്ടെ, അപ്പൻ ശുശ്രൂഷിക്കുമ്പോൾ മകനും ശുശ്രൂഷിക്കട്ടെ, അമ്മ പ്രാർത്ഥിക്കുമ്പോൾ മകളും പ്രാർത്ഥിക്കട്ടെ. ഈ കുടുംബം ഒരിക്കലും കടക്കാരാകില്ല. ഈ കുടുംബത്തെ ശത്രു തൊടില്ല. ഈ കുടുംബത്തിന്റെ മേൽ ഒരു ശത്രു അവകാശം പറയില്ല. തലമുറകൾ അപ്പന്മാരുടെ കൂടെ നിൽക്കട്ടെ, തലമുറകൾ അപ്പന്മാരുടെ കൂടെ നിൽക്കട്ടെ. ആമേൻ, ആമേൻ. വീണ്ടും ഞാൻ ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നവര്, ആരാധിക്കുന്നവര്, നിങ്ങളുടെ മക്കൾ എവിടെ? എൻ്റെ മോള് മെഡിസിന് പഠിക്കുമ്പോൾ ആൻറ്റി 12 കൊല്ലം ട്യൂഷന് പോലും ഞാൻ അവളെ ഒറ്റയ്ക്ക് വിടത്തില്ലായിരുന്നു. അവൾ ട്യൂഷന് പോയാൽ ഞാൻ എൻ്റെ വൈഫിനോട് പറയും, നീയും കൂടെ പോ. അപ്പോൾ അവൾ എന്നോട് ചോദിക്കും, എനിക്കും ട്യൂഷനുണ്ടോ? ഒറ്റയ്ക്ക് വിടത്തില്ല. സത്യം മക്കളെ, ഞാൻ വിടത്തില്ല. പക്ഷേ 12 കഴിഞ്ഞ് MBBSന് പോയപ്പോൾ 6 കൊല്ലം അവൾ പോയി. പക്ഷെ ഈ ദൂത എന്നെ സന്തോഷിപ്പിക്കുന്നത് പറയുമ്പോൾ സങ്കട. മൊർദ്ദേഖായിയുടെ വീട്ടിലാണ് വളർന്നതെങ്കിൽ ഹദസ്സയെക്കുറിച്ച് പേടിക്കണ്ട. ഇനി അടുത്ത ദൂത് ഞാൻ വരാം, അടുത്തതിലേക്ക് വരാം. അവളെന്നെ വിളിക്കും, മെഡിസിന് പഠിക്കുന്നിടത്തും വിളിക്കും, പപ്പാ. ഞാൻ എൻ്റെ മോളെ വീട്ടിൽ വിളിക്കുന്ന പൈങ്കിളി എന്നാണ്. പൈങ്കിളി കുട്ടിയെ എന്ന് വിളിക്കും. എന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, പ്രാർത്ഥിച്ചോ? പിന്നെ അവൾ ഇങ്ങോട്ട് പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഇരുന്നാണ് പ്രാർത്ഥിച്ചത്, കട്ടിലിൽ ഇരുന്നുകൊണ്ടല്ല, താഴെ ഇറങ്ങിയാണ് പ്രാർത്ഥിച്ചത്. മതിയോ? കാരണം അല്ലെങ്കിൽ ഇത്രയും ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുമെന്ന് നമുക്കറിയാം. ഇത്രയും പറഞ്ഞിട്ട് ചോദിക്കും, മതിയോ? ഞാൻ പറഞ്ഞു മതി. ആമേൻ. എനിക്ക് കട്ടിലിൽ ഇരുന്നിങ്ങനെ കാല് മടക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമല്ല. കട്ടിലിൻ്റെ താഴെ ഇറങ്ങണം, മുട്ട നിൽക്കണം, ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. ഇന്ന് അവളൊരു ഡോക്ടറാ, അവളുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാ. എല്ലാ അമ്മമാരോടും ഞാൻ പറയാം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മുടെ മക്കൾ ശുശ്രൂഷകരാകേണ്ടത്. ഇന്നെൻ്റെ കുഞ്ഞ് ദൈവവചനം നന്നായിട്ട് പ്രസംഗിക്കും. അവളുടെ ഹസ്ബൻഡ് പിതാവ് പാസ്റ്ററാണ്. ആമേൻ. ഞാനൊരിക്കലും അവരെ സുവിശേഷ വേലയ്ക്ക് നിർബന്ധിച്ചിട്ടില്ല. എന്നെങ്കിലും അവർ ആമേൻ അതിനുവേണ്ടി അവർക്ക് ദൈവം ഒരു കൃപ കൊടുത്താൽ അവർക്ക് അങ്ങനെ ആകാൻ പറ്റുമായിരിക്കും. ഒരു മക്കളെയും മാതാപിതാക്കൾ നിർബന്ധിച്ച് സുവിശേഷകരാക്കാൻ പാടില്ല. സ്പോണ്ടേനിയസ്ലി, വോളണ്ടിയർലി ആമേൻ അവരതാകണം. ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എല്ലാ അപ്പന്മാരും പറഞ്ഞിരിക്കണം, നിങ്ങളുടെ മകൻ നാളെ ഒരു ദൈവദാസനാകാം, ഒരു കെ അബ്രഹാമോ, അതിൽ വലിയ ആൾക്കാരൊക്കെ ആകാം, ഒരു അരവിന്ദ് മോഹനോ, ഒരു സുരേഷ് ബാബുവോ, ആമേ, അല്ലെങ്കിൽ നാളെ ഒരു സിബി സംഘത്തിനെ പോലെ പാടുന്ന ഒരു പാട്ടുകാരനോ, അല്ലെങ്കിൽ ഒരു ലോഡ്സണോ, ആമേൻ, ആരെങ്കിലുമൊക്കെ ആകാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമേൻ, ഹല്ലേലൂയ, അവരുടെ വിദ്യാഭ്യാസം കളയാൻ പാടില്ല. അവരുടെ വിദ്യാഭ്യാസം കളയാൻ പാടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ മോനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആമേൻ, നീ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, ബാച്ചുലർ ഓഫ് തിയോളജി പഠിക്കണം. അപ്പോൾ തന്നെ നീ MA സോഷ്യോളജി ഉണ്ട്, MA ലിറ്ററേച്ചറുണ്ട്, MA ഹിസ്റ്ററി ഉണ്ട്, MA സൈക്കോളജി ഉണ്ട്. ആമേൻ. നിന്റെ പേരിൻ്റെ വലത്ത് ഭാഗത്ത് മുഴുവൻ ഡിഗ്രികളായിരിക്കണം. ദൈവവചനം പഠിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ കളയരുത്. ഇനി നീ നേഴ്സാകുന്നതുകൊണ്ടോ ഡോക്ടർ ആകുന്നതുകൊണ്ടോ നീ യേശുവിനെ പ്രസംഗിക്കാൻ പാടില്ലെന്ന് ആര് പറഞ്ഞു?
നീ ഒരു ഡോക്ടറായിട്ട് തിരിച്ചു വാ, എന്നിട്ട് റാഫായി വന്ന് പ്രസംഗിക്കുക. അവൻ ദൈവവചനം പ്രസംഗിക്കുന്നേ. എല്ലാ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയാം. ഈ തലമുറ ദൈവത്തിനുടെ പ്രയോജനപ്പെടണം. അപ്പോൾ തന്നെ അവർ വിദ്യാഭ്യാസം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അവർ പഠിക്കണം, അവർക്ക് പ്രൊഫഷൻ ഉണ്ടാകണം. എന്താണെന്നറിയോ? അത് പറഞ്ഞുതരാം. ഈ ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണ വല്ലാതെ വലിഞ്ഞു കയറി കിടപ്പുണ്ട്. അയ്യേ പാസ്റ്ററാ, ശരിയല്ലേ? പാസ്റ്ററാന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടേ 2ാം ക്ലാസ്, കീറിയ ഷർട്ട്, തേഞ്ഞ ചെരുപ്പ്, തോളൽ ഒരു സഞ്ചി. എല്ലാവരുടെയും ധാരണ ഏതാ? ആര് പറഞ്ഞു? വിദേശത്തൊക്കെ നല്ല കൃപയുള്ള പാസ്റ്റർമാർക്ക് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. ആമേൻ, ആമേൻ, സ്തോത്രം. അതൊന്നും അവരുടെ സ്വന്തമൊന്നുമില്ല, ചർച്ചിന്റെ വകയാ. പാസ്റ്റർക്ക് പല ചർച്ചുകളിൽ പോകണമെങ്കിൽ ഇവിടുത്തെ പോലെ കാറിലല്ല, ട്രാഫിക് ജാമാ, ഫ്ലൈറ്റേ പോകേണ്ടി വരും. അതൊന്നും തെറ്റായ കാര്യമല്ല. ആമേൻ. ഒരു ദൈവദാസന് നല്ല ഭവനമുണ്ടാകണം, നല്ല വസ്ത്രം ധരിക്കണം, ആമേൻ, നല്ല ഭംഗിയായിട്ട് നടക്കണം, തലമുറ നല്ല ഭംഗിയായിരിക്കണം. ഇനി അത് മാത്രമല്ല, റാഫേലിലെ മുഴുവൻ ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം, മക്കൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഭംഗിയായവരെ പഠിപ്പിക്കണം, ഉയർന്ന ഡിഗ്രികൾക്ക് പഠിക്കണം എല്ലാവരും. അപ്പോൾ തന്നെ പ്രാർത്ഥന കുറയരുത്, ഉപവാസം കുറയരുത്, ദൈവവചനം കുറയരുത്. എല്ലാത്തിലും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണം. ഒരു കാരണവശാലും അവരുടെ മനസ്സിനകത്ത് ഞരങ്ങുന്നവരാകരുത്. ഞാൻ ഒരു പെന്തക്കോസ്തായി പോയല്ലോ, എന്റെ അപ്പനൊരു പാസ്റ്ററായി പോയല്ലോ, അയ്യോ എന്റെ അമ്മ ഒരു അന്യഭാഷ. നിന്റെ അമ്മ അന്യഭാഷ പറയുന്നതായി നന്നായി. കാരണം പല അമ്മമാര് അന്യായ ഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ പാസ്റ്റർക്ക് നിങ്ങൾ വിലയിടേണ്ടത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനല്ല. പ്രസംഗമൊക്കെ ഓക്കെ, ജീവിതത്തിനാണ്. Give value for his life. ഒരായുസ് റാഫയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. തന്റെ ആയുസ് സഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. തന്റെ ആയുസ് കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അതിന് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കണം അറിയാമോ? നിങ്ങളുടെ സമർപ്പണമാണ് അതിന്റെ സമ്മാനം. നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങള്, നിങ്ങളുടെ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങള്, അത് കാണുന്നതാണ് ഒരു അഭിഷക്തന്റെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലീശ പ്രവാചകൻ ശിഷ്യന്മാരെ ഭാര്യയോട് പറഞ്ഞു, പാത്രം ആര് മേടിച്ചോണ്ട് വരും? ആരെങ്കിലും ഒന്ന് പറ. പുറത്തു പോയി കാലി വെറും പാത്രങ്ങൾ മേടിച്ചോണ്ട് വരണം. ആര് മേടിച്ചോണ്ട് വരും? എളുപ്പം പറ, സമയമില്ല. കറക്റ്റാ പറഞ്ഞു. മക്കൾ പോയി മേടിച്ചോണ്ട് വരണം. അപ്പൊ മക്കൾ വെളിയിൽ പോയി എന്തോ മേടിച്ചോണ്ട് വന്നു? വെറും പാത്രങ്ങൾ. എത്ര എണ്ണം കൊണ്ടുവന്നു നമുക്കറിയാല. വെറും പാത്രങ്ങൾ മക്കൾ പോയി മേടിച്ചു കൊണ്ടുവന്നു. എണ്ണ ആരൊഴിക്കണം? പാത്രത്തെ അമ്മ ഒഴിക്കണം. അപ്പോൾ അമ്മ ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നിറയാൻ തുടങ്ങി. എന്തുകൊണ്ട്? അല്പം എണ്ണ വലിയ പാത്രത്തിൽ ഒഴിച്ചപ്പോൾ പാത്രം എണ്ണ കൊണ്ട് നിറഞ്ഞു. വൈ? അങ്ങനെ വേണം നമ്മൾ ബൈബിൾ പഠിക്കാൻ. എന്തുകൊണ്ട് നിറഞ്ഞു പറയാമോ? പറഞ്ഞോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ പറയാതിരുന്നാൽ. യേശു പറയുന്നത് അനുസരിച്ചാൽ നീ ചെയ്യുന്നതല്ല, ബാക്കി ദൈവം ചെയ്യുമോ? പ്രവാചകൻ പറഞ്ഞത് അവരനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ, അഭിഷക്തന്മാരെ അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ, ദൈവവചനം അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത്ഭുതം തുടങ്ങിക്കഴിഞ്ഞു. ഈ കൂടെ ഞാൻ ഒരു ദൂതോടെ പറയാം, ചില പാത്രങ്ങളൊക്കെ ഈ ഉപവാസത്തിൽ നിറയാൻ പോവാ കേട്ടോ. ഒന്ന് തലേ കൈവച്ചിട്ട് ആ ദൂത ഏറ്റെടുത്തോ. ചില പാത്രങ്ങളൊക്കെ നിറയാൻ പോവാ. നിന്റെ അനുഗ്രഹം വന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഈ ഉപവാസത്തിൽ നിന്റെ സാമ്പത്തികമായ വിഷയങ്ങളിൽ അത്ഭുതം നടക്കുക. അത്ഭുതം, അത്ഭുതം, അത്ഭുതം. റിസീവ് ചെയ്തോ, റിസീവ് ചെയ്തോ. ഈ ഉപവാസത്തിൽ അത്ഭുതങ്ങൾ നടക്കുക. അനേക പാത്രങ്ങൾ ദൈവം നിറയ്ക്കാൻ പോകുക. അല്പം കൊണ്ട് പാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളുടെ വരുമാനം ചെറുതായിരിക്കും,
ആവശ്യങ്ങൾ വലുതായിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നതനുസരിച്ച് ചില വെറും പാത്രത്തിലോട്ട് അതൊന്ന് നിറയ്ക്കുമ്പോൾ അറിയാതെ ആ പാത്രം നിറയാം. അടുത്തത്, പാത്രം വാങ്ങിക്കൊണ്ടുവന്ന മക്കൾ, പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ചത് അമ്മ, പാത്രം നിറച്ചത് ദൈവം. 4, പാത്രം നിറഞ്ഞത് മാറ്റിവെച്ച നമ്മുടെ ഉണ്ട്. ആര് മാറ്റിവെച്ചു? തലമുറ മാറ്റിവെച്ചു. ഒരു ദൂതി ഞാൻ പറയാം കേട്ടോ. ഇത് അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അവർ 4 പേരും കൂടെ ചെയ്യേണ്ടതാ. അതിപ്പോ ഇടയ്ക്കിപ്പോ ആര് കയറിയെന്നറിയാമോ? അമ്മയോ, ആര് കയറി ഇടയ്ക്ക്? തമ്പുരാനൂടെ കയറി. അപ്പന്റെ മിസ്സിങ്ങിനകത്ത് സ്വർഗത്തിലെ അപ്പൻ കയറി. ഓ, കൃപയുള്ളവർ ആരാധിച്ചോ. ആ കുടുംബത്തിലൊരു അപ്പൻ ഒരപ്പൻ മിസ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി. ഓ, ആ സ്ഥലത്ത് സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മളൊന്നും അറിഞ്ഞില്ല ഇതിങ്ങനെ പോവില്ലേ. ഹല്ലേലൂയ. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് തലമുറ നാളെ ആരാകണമെന്നുള്ളതിൽ. ആമേൻ. നമ്പർ 1 മറക്കരുത്. റെട്ടിനകത്തിരിക്കുന്നവൻ്റെ വീട്ടിൽ വളർന്നത്, ഏത് സഭയിൽ പോകണമെന്ന് തീരുമാനിച്ചത്, സൺഡേ സ്കൂളിന് പോയത് ഹദസയെ എസ്തേറാക്കി മാറ്റി. 2, അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാതിരുന്നൊരു കാര്യം, എന്നാൽ അപ്പൻ്റെ സ്ഥാനത്ത് സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വെറും പാത്രങ്ങൾ കൊണ്ടുവന്ന് തലമുറ ശുശ്രൂഷയിൽ ഭാഗവാക്കായപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇനി ആ തലമുറയെ അവൻ ചോദിച്ചുകൊണ്ട് ആ മുറ്റത്തൊരു പിശാചും വരില്ല. നമ്പർ 3 അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഉച്ചക്കത്തെ സെക്ഷൻ പ്രാർത്ഥിക്കാം. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ബാലന്മാർ. അവരോട് രാജാവ് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തൊരു സിസ്റ്റമുണ്ട്. ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട്. എന്താ? ഈ സമഭൂമിയിൽ നിൽക്കുന്ന ഈ ബിംബത്തെ നമസ്കരിക്കണം. ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം. അവർ പ്രവാസത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രമാണത്തിനകത്ത് ഒരു സിസ്റ്റമുണ്ട്. അതെന്താ? ഈ വൃത്തികെട്ടതിനെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. മരിക്കുവോ? കൊല്ലുവോ? കൊല്ലും. രാജാ പറഞ്ഞു, കൊല്ലും. ഇതാ നിന്റെ തീരുമാനങ്ങൾ, നിന്നെ കൊല്ലും. പക്ഷെ പിള്ളേർ പറഞ്ഞു, ചത്താലും നമസ്കരിക്കില്ല. നാളെ നീ ആരാകണമെന്ന് തീരുമാനിക്കുന്നത്, അപ്പനും അമ്മയും വളർത്തുന്നതൊക്കെ ഒരു 1-ാം ഭാഗം അവിടെ കഴിഞ്ഞു. 2, നിന്റെ തീരുമാനമാണ് നാളെ നീ ആരാകണമെന്നുള്ളത്. ലോകം മുഴുവൻ ഇളകി മറിഞ്ഞാലും, ആരെല്ലാം മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടാലും, ബ്രൗൺ ഷുഗറിനും കാഷിഷിനും MDMAയ്ക്കും കഞ്ചാവിനും ലോകത്തിൽ ആരെല്ലാം അടിമപ്പെട്ടാലും ഞാൻ അതിന്റെ പുറകെ പോകത്തില്ല. ഈ തെറ്റായ മാർഗത്തിലൂടെ ഞാൻ പോകത്തില്ല. ഈ വഞ്ചനയുടെ മാർഗത്തിലൂടെ ഞാൻ പോകത്തില്ലെന്ന് നമുക്കൊരു തീരുമാനമുണ്ട്. ആമേൻ. 24 മണിക്കൂറും ഉന്തി തള്ളി, ആമേൻ, സ്തോത്രം, കൊണ്ടുപോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച എളുപ്പം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അതോ അവനെ വേറൊരാൾ എടുത്തോണ്ട് നടന്ന് സൂക്ഷിക്കുന്നതാണോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യൽ, വീട് വലിക്കല്ലേ എന്ന് ഇപ്പോഴും 24 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇല്ല. എങ്ങനെ വാക്യം? അവൻ തന്നെത്താൻ. എന്നാ വാക്യം? ഏത് നേരവും നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. പൊടിക്കുഞ്ഞെന്ന് പറയുന്ന ഒരാള് 1960-65 കാലഘട്ടങ്ങളിൽ പെന്തക്കോസ്തിന് സഭയൊന്നുമില്ല. കുമ്പനാടിനടുത്ത് ആറാട്ടുപുഴ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ഓല ഷെഡിനകത്ത് ഒരു രാത്രി യോഗം നടക്കുകയാണ്. രാത്രി യോഗം. പെട്രോൾ മാക്സ് കത്തിച്ച്
ഡ്രമ്മൊക്കെ അടിച്ചാണ് ആരാധന. അപ്പോൾ ഈ ഷെഡിനകത്തോട്ട് വരുന്ന ഒരു മൺപാത, അവിടെ ഒരു വലിയ കുഴിയുണ്ട്, വലിയ കുഴിയുണ്ട്. അപ്പം 25-26 വയസ്സുള്ള പൊടിക്കുഞ്ഞ് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും പൊക്കോ, ഞാനിവിടെ ചൂട്ട് കത്തിച്ച്, ചൂട്ടെന്ന് പറഞ്ഞാൽ അറിയാമോ, 5-6 ഓല ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് കത്തിച്ചിട്ട് ഈ വരുന്നവർ കുഴിക്കകത്ത് വീഴാതിരിക്കാൻ ഞാൻ വീശി കൊടുക്കാം. ഇത് കൊടുക്കാം, വീശി കൊടുക്കാം. അങ്ങനെ ആൾക്കാരെല്ലാം വരുമ്പം കുഴിയുണ്ടേ കുഴിയുണ്ടേ എന്ന് പറയും. അപ്പോൾ ആൾക്കാർ മാറി ഇങ്ങനെ പോകും. അങ്ങനെ എല്ലാവരും യോഗത്തിന് കയറിയപ്പോൾ അകത്തുനിന്ന് ഉപദേശി വെളി പറഞ്ഞു, പൊടിക്കുഞ്ഞേ, ആൾക്കാരെല്ലാം വന്നു, ചൂട്ട് കെടുത്തിട്ട് പോരെ. അപ്പം പുള്ളി ഈ ചൂട്ട് താഴോട്ടിട്ട് ചവിട്ടി കെടുത്തി എടുത്ത് വെച്ചത് കുഴിക്കാത്ത എന്ന് വിളിച്ചു. പൊടിക്കുഞ്ഞ് ആ യോഗത്തിൽ പങ്കെടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, നമുക്കെല്ലാം അറിയാം. അവസാനം ചൂട്ട് കെടുത്തിട്ട് അതിനകത്തോട്ട് വീഴല്ല. തമ്പുരാനെ ചൂട്ട് നിന്റെ കൈ തന്നിരിക്കുന്നത് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ മാത്രമല്ല, ബാക്കി പറ, നമ്മളും കൂടെ രക്ഷപ്പെടാനാ. ആമേൻ, നമ്മളും കൂടെ രക്ഷപ്പെടാനാ. ഹല്ലേലൂയ. അവസാനം നമ്മൾ ആ കുഴിക്കകത്ത് വീഴല്ല. ആമേൻ. രാജാവ് പറഞ്ഞു, നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ലേ, ഞങ്ങൾക്ക് വേറൊരു സിസ്റ്റം ഉണ്ട്. ഈ ബിംബത്തെ നമസ്കരിക്കാത്തവനെ ഞങ്ങൾ തീക്കാത്തിടും. അവര് പറഞ്ഞു, തീക്കാത്തിട്ടാലും കൊന്നാലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ആമേൻ. അത് പറഞ്ഞ് ഞാനങ്ങ് വിടാം. അവർ തീ കൂട്ടി വേടിട്ട് അവൻ എല്ലാം റെഡിയാക്കി തീക്കാത്തിടുക. അപ്പോൾ ആ രംഗം നിങ്ങൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യും. ഭയങ്കര തീ. അപ്പോൾ ഇവർ 3 പിള്ളേരെ കയ്യും കാലും കെട്ടി നിർത്തിയിരിക്കുകയാണ്. എടുത്തിടാൻ ആൾക്കാർ റെഡിയാണ്. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ ഇവരുടെ കയ്യും കാലും കെട്ടിട്ടുള്ളൂ, മിണ്ടാവല്ലോ. പറഞ്ഞു, നമ്മളെ തീക്കാത്തിടുക എന്ന് പറഞ്ഞു. ഇതോടെ നമ്മൾ മരിക്കുക. ഒരു കാര്യം ചെയ്യും, ഏതായാലും തീക്കാത്തോട്ട് കയറുക, വേറെ ആരുമില്ല. ഈ കർത്താവിനൊരു പ്രത്യേകത ഉണ്ട്. തീരുമാനം എടുക്കുമ്പം നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. തീക്കകത്തോട്ട് വീഴുമ്പോഴും നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. പക്ഷെ തീക്കകത്തോടെ നടക്കുമ്പം 4 കാണും. പക്ഷെ അതുവരെ വരുമെന്നും പറയത്തില്ല, ഞാനും കൂടെ നടന്നോളാമെന്നും പറയത്തില്ല, ഒന്നും മുൻപേ പറയത്തില്ല. പക്ഷെ നടക്കുമ്പോൾ 4 പേരുണ്ടായിരിക്കും. ആമേൻ. ഇവർക്ക് ഇതുവരെ കാര്യമൊന്നും അറിയത്തില്ല. പിള്ളേരാ, നമ്മുടെ പിള്ളേരെ പോലെ, നമ്മുടെ മക്കളെ പോലെ തന്നെ കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല. നാളെ അവരാരാകുമെന്നൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചൊക്കെ ശരിയാ. പക്ഷെ എന്നാലും ഒരു കൺഫ്യൂഷനുണ്ട്. നീറ്റൊക്കെ എഴുതിയാ ജയിക്കുമോ പാസ്റ്റർ? ഞാൻ ചോദിക്കുക, നീറ്റ് എഴുതിയാൽ ജയിക്കുമോ മക്കളെ? ജയിക്കുമോ? അതെ, മറ്റേ ശത്രുക്ക മേശക്ക് അഭയത്തിന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്. സംഭവമൊക്കെ ശരിയാണ്, തീരുമാനം എല്ലാം കറക്റ്റാണ്. പക്ഷെ എന്നാലും ഒന്നും കർത്താവ് ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഇവർ തമ്മിലൊന്ന് ആലോചിച്ചു. ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഏതായാലും തീക്കകത്തോട്ട് കയറുക. ഈ തീക്കകത്തുനിന്ന് ഇറങ്ങി വരുമെന്നുള്ളതിന് ഓരോറപ്പും ഇല്ല. ഒരു വാക്തത്വം എടുത്തുകൊണ്ട് കയറാം. തീക്കകത്തോട്ട് കയറുമ്പോൾ ഒരു വാക്തത്വം എടുത്തുകൊണ്ട്, ഒരു തലമുറയെ നിലനിർത്തുന്നത് വാക്തത്വമാണ്. ഏതെടുക്കണമെന്ന് ചോദിച്ചു. ഏതായാലും കയറുകയല്ലേ, യെശയ്യാവ് 43:2 എടുത്തുകൊണ്ട് കയറാമെന്ന് പറഞ്ഞു. യെശയ്യാവ് 43:2 വച്ചു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. നിങ്ങൾ ആലോചിച്ചേ, കർത്താവ് പറയുക, മക്കളെ അതൊന്നും എടുത്തോണ്ട് തീക്കകത്തോട്ട് ഇറങ്ങല്ലേ, അത് ഞാനൊരു തമാശന് യെശയ്യാവിനെ കൊണ്ട് എഴുതിപ്പിച്ചതാ എന്ന് കർത്താവ് പറയുവോ? ഒരു തമാശന് എഴുതിപ്പിച്ചാണോ? അതാ വാക്തത്വം. മക്കളെ, ഞാൻ ഇന്നത്തെ സെക്ഷൻ അവസാനിക്കുമ്പോൾ ഇവിടെയുള്ള തലമുറയോട് മുഴുവൻ പറയുന്നു,
വാഗ്ദത്തം എടുത്ത് ചങ്കോട് ചേർത്ത് പിടിച്ചോ. തമ്പുരാന്റെ വാഗ്ദത്തം എടുത്ത് നീ ചങ്കോട് ചേർത്ത് പിടിച്ചോ. ഞാൻ നിന്നെ വലിയവനാക്കും, ഞാൻ നിന്നെ ഉന്നതനാക്കും, ഞാൻ നിന്നെ മാനിക്കും, ഉന്നതമായ വിദ്യാഭ്യാസം ഞാൻ നിനക്ക് തരും, നിന്നെ ദേശത്ത് ഞാൻ ഒരു അത്ഭുതമാക്കും, ഞാൻ നിന്നെ ദേശത്ത് ഒരു അടയാളമാക്കും, ഞാൻ നിനക്ക് എല്ലാ സമ്പത്തുകളും അനുഗ്രഹങ്ങളും നൽകും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവൻ ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. വാഗ്ദത്തം എടുത്തു പിടി.